നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹാ തമ്പുരാൻ തൻ്റെ ഐഹിക വ്യാപാര നാളുകളിൽ പല പ്രാവശ്യം യെരൂശലേം ദൈവാലയത്തിൽ പോയതായി തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കർത്താവ് ദൈവാലയത്തിൽ ചെന്നപ്പോഴെല്ലാം അവിടെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അവിടെ ചില സംഗതികൾ സംഭവിച്ചിട്ടുണ്ട്. എന്തിനാണിത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ദൈവവചനപ്രകാരം ഇന്ന് വിലയിരുത്തുമ്പോൾ യഥാർത്ഥ ദൈവാലയം ഞാനും നിങ്ങളുമാണ്. ഇന്നലെ സന്ദേശത്തിൻ്റെ അവസാന ഭാഗത്ത് ചില വാക്യങ്ങൾ ഉദ്ധരിച്ച് അച്ഛനത് നിങ്ങളെ ഓർമ്മിപ്പിച്ചതാണ്. യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് ഒരേ ഒരു ആലയമേ ഉള്ളൂ, ദൈവാലയം. അത് യെരൂശലേമിലെ ദൈവാലയമാണ്. AD 70 ദൈവാലയം തകർക്കപ്പെട്ട ശേഷം ഇന്ന് വരെ വീണ്ടും അവർക്കൊരു ദൈവാലയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സമ്പൂർണ്ണ ആരാധനയും സാധിച്ചിട്ടില്ല. അവരിപ്പോൾ സിനഗോഗുകളിൽ പ്രാർത്ഥിക്കുന്നുവെന്നേ ഉള്ളൂ, യാഗാർപ്പണം അതിനുശേഷം ഉണ്ടായിട്ടില്ല. എന്നാൽ യഹൂദൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനമാണ് ദൈവാലയം. നമ്മൾ ധാരാളം ദൈവാലയങ്ങൾ പണിതുയർത്തിയിരിക്കുന്നവരാണ്. കഴിഞ്ഞ രാത്രി യോഗാനന്തരം മടങ്ങി അരമനയിൽ ചെന്നതിന് ശേഷമാണോ പോരാൻ ഇറങ്ങുന്ന സമയത്ത് അഭിമന്യനായ ഫ്രാൻസിസ് തിരുമേനി എന്നോട് പറഞ്ഞു, മലമുകളിൽ ഒരു പള്ളി ഇരിക്കുന്നത് അച്ഛൻ കണ്ടു. ഞാൻ പറഞ്ഞു, വന്നിറങ്ങിയപ്പോഴേ ഞാൻ പരിസരം ശ്രദ്ധിച്ചു. ആദ്യം കണ്ണിൽപ്പെട്ടത് ആ പള്ളിയാണ്, നമ്മുടെ ദൈവാലയമാണ് എന്നറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഈ മഹായിടവകയിൽ ഒരുപാട് ദൈവാലയങ്ങളുണ്ട്. അതുപോലെ വിവിധ സഭകളിലായി കേരളത്തിലും ഇന്ത്യയിലും ലോകത്താകമാനവും ഒരുപാട് ദൈവാലയങ്ങളുണ്ട്. UK-യിലും അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലുമൊക്കെ സന്ദർശിക്കുമ്പോൾ സ്ട്രീറ്റുകൾ തോറും ദൈവാലയങ്ങൾ ധാരാളമായി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയുള്ള ദൈവാലയങ്ങളിൽ പലതും വിദേശ രാജ്യങ്ങളിൽ പൂട്ടിയിട്ടിരിക്കുന്നു. ചിലതൊക്കെ ട്രേഡ് സെൻ്ററുകളായിരിക്കുന്നു, ചിലതൊക്കെ ബാറുകളായി പ്രവർത്തിക്കുന്നു, മറ്റു ചിലത് പബ്ബുകളായി തരം താണു പോയിരിക്കുന്നു. അതും കാണുവാൻ എനിക്കിടയായി. ദൈവമക്കളെ, നമ്മളൊക്കെ ദൈവാലയത്തിൽ പോകുന്നവരും ദൈവാലയത്തിൽ ആരാധിക്കുന്നവരുമാണ്. എന്നാൽ യഥാർത്ഥ ദൈവാലയം ഞാനും നിങ്ങളുമാണ്. അതാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പച്ചയായ ഒരു സത്യം. നമ്മൾ പണിത ദൈവാലയങ്ങളാണ് ബാക്കിയെല്ലാം, നമ്മളോ ദൈവം പണിത ദൈവാലയങ്ങളാണ്. ഹല്ലേലൂയ! അതാണ് അതിൻ്റെ വ്യത്യാസം. മനുഷ്യൻ പണിത് ദൈവത്തിന് സമർപ്പിച്ച ദൈവാലയങ്ങൾ അതിന് എപ്പോഴും പരിമിതികളുണ്ട്. ദൈവം, പരിപൂർണനായ ദൈവം, തൻ്റെ പരിപൂർണമായ കാഴ്ചപ്പാടോടുകൂടെ പണിതീർത്ത ദൈവാലയമാണ് ഞാനും നിങ്ങളുമെങ്കിൽ ഇതിനോളം യോഗ്യതയുള്ള ഒരു ദൈവാലയം ലോകത്ത് വേറെ ഇല്ല. ഞാനും നിങ്ങളുമാണ് ലോകത്തെ ഏറ്റവും വിലപ്പെട്ട ദൈവാലയങ്ങൾ. അത് നമ്മിൽ പലർക്കും ഇപ്പോഴും വേണ്ടവണ്ണം മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയ ദൈവാലയങ്ങളെ നമ്മൾ ഒരുപാട് ബഹുമാനിക്കുമ്പോൾ ദൈവമുണ്ടാക്കിയ ദൈവാലയങ്ങളെ നാം അപമാനിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയ ദൈവാലയങ്ങൾക്കകത്തേക്ക് പോകുമ്പോൾ നമ്മൾ കുളിച്ച് വസ്ത്രം മാറിയാണ് പോവുക. പക്ഷെ ദൈവമുണ്ടാക്കിയ ദൈവാലയത്തെ പലപ്പോഴും നാം വൃത്തിയായി സൂക്ഷിക്കാറില്ല. നമ്മളുണ്ടാക്കിയ ദൈവാലയത്തിനകത്ത് കയറി ആരെങ്കിലും മദ്യപിക്കാനോ പുകവലിക്കാനോ ശ്രമിച്ചാൽ നമ്മൾ അനുവദിക്കില്ല, നമ്മളത് ചെയ്യില്ല. ദൈവമുണ്ടാക്കിയ ദൈവാലയത്തിനകത്ത് മദ്യം ഊറ്റി ഒഴിക്കാനും ആസ്വദിക്കാനും നമുക്ക് യാതൊരു മടിയുമില്ല. നമ്മളുണ്ടാക്കിയ ദൈവാലയത്തിനകത്ത് പ്രവേശിപ്പിക്കാൻ ശുദ്ധിയില്ലാത്തതൊന്നും നമ്മൾ അതിനകത്ത് പ്രവേശിപ്പിക്കില്ല. പക്ഷെ ദൈവമുണ്ടാക്കിയ ദൈവാലയത്തിനകത്ത് അയോഗ്യമായതും അശുദ്ധമായതും എല്ലാം നാം പ്രവേശിപ്പിക്കും. ദൈവമക്കളെ, അവിടെയാണ് നാം ദൈവത്തെ വെല്ലുവിളിക്കുന്നത്. ഒരിക്കൽ ഞാൻ ഒരു പ്രസംഗത്തിൽ കോട്ടയം ഭാഗത്തൊരു ചോദ്യം ചോദിച്ചു. അവിടെ ഞാൻ പ്രസംഗിക്കാൻ ചെന്ന പള്ളി പണി തീർത്ത് കൂദാശ ചെയ്ത് സമർപ്പിച്ചിട്ട് ചില നാളുകൾ മാത്രമേ പിന്നിട്ടിരുന്നുള്ളൂ. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വൈകിട്ട് ഒരു തിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി 4 മണി സമയത്ത് പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ പള്ളിയുടെ പ്രധാന കവാടം തുറന്നു കിടക്കുന്നു, പള്ളിയകത്ത് ആരൊക്കെയോ ബഹളം വയ്ക്കുന്നു. എത്തി നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ഒരു കുപ്പിയും 5-6 ഗ്ലാസുമായി 5-8 തെമ്മാടികൾ
പള്ളിയകത്തിരുന്ന് മദ്യമൂറ്റി സോഡയും ചേർത്ത് കുടിച്ച് അവരവിടെ ഇരുന്ന് ചീട്ട് കളിക്കുകയാണ്. എന്നിട്ട് ഞാൻ അവരോട് ചോദ്യം ചോദിച്ചു, ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങളുടെ പള്ളിയിൽ അരങ്ങേറുന്നത് നിങ്ങളുടെ കണ്ണാല് നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ പിന്നെയുള്ള പ്രതികരണം എന്തായിരിക്കും? ആരും ഒന്നും തൽക്കാലം വേണ്ടിയില്ല. അപ്പൊ ഞാൻ രണ്ടാമതും ചോദിച്ചു, നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. മുന്നില് വലിയ ജുബ്ബയൊക്കെ ഇട്ടിരുന്ന ഒരു അച്ചായൻ കൈ ഇങ്ങനെ തെറുത്ത് കയറ്റുന്നത് എനിക്ക് കാണാമായിരുന്നു. ഞാൻ മൂന്നാമതും ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? അപ്പോഴേക്കും അച്ചായന്റെ കൈ അങ്ങ് മോളിലെത്തി. അച്ചായൻ കുതിച്ചങ്ങ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, വേറൊന്നും ചെയ്യില്ല, കുത്തി അങ്ങോട്ട് കൊല്ലും ഞാൻ അവനെ. ദൈവമക്കളെ, ഞാൻ പറഞ്ഞു അത്ര ഒന്നും ചെയ്യണ്ട, അച്ചായൻ പിന്നെ ജയിലിൽ പോണ്ടി വരണ്ടില്ലേ? ജയിലിൽ പോയാലും വേണ്ടില്ല, എന്റെ ഹൃദയം പറിച്ചു വെച്ച് ഞാൻ പണിതെടുത്ത പള്ളിയാണ്, അതിനകത്ത് അങ്ങനെ ഒരു തോന്നിവാസം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. പിന്നീട് അറിഞ്ഞത് ഈ അച്ചായന് 7 വർഷം കൊണ്ട് ആ പള്ളി പണിത് അതിന്റെ നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു ഈ അച്ചായൻ. ആ അച്ചായൻ ഇത്രയും പാടുപെട്ട് പണിത പള്ളിക്കകത്ത് നാട്ടുകാർ കള്ളുകുടിക്കാൻ കയറിയിരുന്ന അച്ചായന്റെ നിറം മാറും. അപ്പൊ ഞാൻ ഈ അച്ചായനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, അച്ചായ, താങ്കൾ നിർമ്മിച്ച പള്ളിയകത്ത് ആരെങ്കിലും വന്നിരുന്ന് മദ്യപിച്ചാൽ താങ്കൾക്കത് സഹിക്കില്ല. ദൈവം പണിതെടുത്ത ദൈവാലയമാണ് താങ്കളും ഞാനും ഈ ഇരിക്കുന്ന ജനവും. അതിനകത്ത് മദ്യമൊഴിച്ചാൽ ദൈവം സമ്മതിക്കുമോ? അച്ചായന് ഉരുകിപ്പോയി. അച്ചായൻ അവിടെ അങ്ങ് താണു ഇരുന്നു പോയി. അച്ചായൻ മദ്യപിക്കുന്ന ആളായിരുന്നു എന്ന് വേണം കരുതാൻ. മറുപടി ഒന്നും കിട്ടിയില്ല. ദൈവമക്കളെ, നമ്മൾ എത്ര വിലപ്പെട്ടവരാണ്. ഇന്നലെയും പറഞ്ഞു, നമ്മൾ എത്ര വിലപ്പെട്ടവരാണ്. നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. 3 വാക്യങ്ങൾ ഇന്നലെ അത് സംബന്ധിച്ച് അച്ഛൻ ഉദ്ധരിച്ചിരുന്നു അവസാന ഭാഗത്ത്. കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാകുന്നുവെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? 17-ാം വാക്യം, ദൈവത്തിന്റെ ആലയം നശിപ്പിക്കരുത്, നശിപ്പിക്കുന്നവനെ നിന്നെ ദൈവം നശിപ്പിക്കും. കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 6-ാം അധ്യായം 10-9 തിരുവചനം, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാകുന്നുവെന്നും നിങ്ങൾ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങി ഇരിക്കയാൽ നിങ്ങൾ ആരും താങ്കൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം 6-ാം അധ്യായം 16-ാം തിരുവചനം, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയങ്ങളല്ലോ. അടിവരയിട്ട് ദൈവവചനം ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്, നാം ദൈവാലയങ്ങളാണ്, ദൈവാലയങ്ങളാണ്, ദൈവാലയങ്ങളാണ്. ദൈവം വസിക്കുന്നിടമാണ് ദൈവാലയം. അത്യുന്നതനായ ദൈവം, പരിശുദ്ധനായ ദൈവം, പരിപാവനനായ ദൈവം, സ്വർഗസിംഹാസനത്തിൽ വാണരുളുന്ന ദൈവം, കോടിക്കണക്കിന് ദൂതന്മാർ അകമ്പടി സേവിച്ച് ആരാധിക്കുന്ന ദൈവം, ആ പരിശുദ്ധനായ ദൈവം പള്ളി കൊള്ളുന്ന കൊട്ടാരമാണ്. ദൈവ പൈതലേ, നീ എന്ന ബോധം നിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പക്ഷെ പലപ്പോഴും നമ്മളത് മറക്കുന്നു, വിസ്മരിക്കുന്നു. അത് നമ്മിൽ ഉൾക്കൊള്ളാൻ പറ്റായിക ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കാതെ ജീവിച്ചു പോകുകയാണ്. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. മനസ്സിലാക്കണം, ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നും എനിക്ക് ദൈവം കൽപ്പിച്ചു തന്ന സ്ഥാനം എത്ര ശ്രേഷ്ഠമാണെന്നും തിരിച്ചറിയണം ദൈവമക്കൾ. ഇപ്രകാരമുള്ള ദൈവാലയമാണ് നമ്മൾ എന്ന് പറഞ്ഞു വെച്ചിട്ട് ഒരു പ്രത്യേക ചിന്ത നിങ്ങളുമായി പങ്കിടുകയാണ്. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായി യേശുമിശിഹാ തമ്പുരാൻ യെരൂശലേമിലെ ദൈവാലയത്തിൽ സന്ദർശിച്ച ചില സന്ദർഭങ്ങളും ആ സന്ദർഭങ്ങളിൽ അവിടെ ഉണ്ടായ ചില സംഭവങ്ങളും നമ്മളുമായിട്ടൊന്ന് ചേർത്ത് വെച്ച് പരിശോധിപ്പാനാണ് ഈ രാത്രി തുനിയുന്നത്. ഒന്നാമത്, യേശുക്രിസ്തു ദൈവാലയം സന്ദർശിച്ചതായി നാം കാണുന്നത് കർത്താവിന് 40 ദിവസം പ്രായമുള്ളപ്പോഴാണ്. ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 2-ാം അധ്യായത്തിന്റെ 22 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ, 39 വരെയുള്ള തിരുവചനങ്ങളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണകാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് സമർപ്പിക്കുവാനും ഒരിണ കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവരെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. യോസേപ്പ് പിതാവും കന്യകമാതാവും കൂടെ മിശിഹായെ ആദ്യമായി ദൈവാലയത്തിൽ കൊണ്ടുപോയ രംഗമാണത്. യഹൂദന്മാരുടെ പാരമ്പര്യ ന്യായപ്രമാണ മുറയനുസരിച്ച് 40 ദിവസമാണ് ഒരു സ്ത്രീയുടെ ശുദ്ധീകരണകാലം.
അതുകൊണ്ടാണ് ഇങ്ങനെ നാം വിവക്ഷിക്കുന്നത്. അന്ന് കർത്താവിന് 40 ദിവസമാണ് പ്രായം. തുടർന്ന് വായിക്കുന്നത് നമ്മൾ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. യെരുശലേമിൽ ശിമിയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാൻ, ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ട് ചെന്നപ്പോൾ അവനെ കയ്യിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു വെറും 40 ദിവസം പ്രായമുള്ള ഒരു കൈപ്പിള്ളയായി യെരുശലേമിൽ ദൈവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ വലിയ മഹാസന്തോഷമുണ്ടായി, ആനന്ദമുണ്ടായി, സമാധാനമുണ്ടായി, ആശ്വാസമുണ്ടായി. ആരിൽ? കർത്താവിന്റെ വരവിന് കാത്തിരുന്ന ഒരു വയോവൃദ്ധനായ പിതാവിന്റെ ജീവിതത്തിൽ. അദ്ദേഹം ഇത് പ്രഘോഷിച്ചപ്പോൾ അന്ന് ആലയത്തിൽ സാക്ഷികളായിരുന്ന മുഴുവൻ ആളുകളിലേക്കും ആ ഹർഷം, ആത്മഹർഷം പങ്കിടപ്പെടുകയായിരുന്നു. വലിയ സമാധാനം അവരിലേക്ക് പങ്കിടപ്പെടുകയായിരുന്നു. വലിയ സമാശ്വാസം അവരിലേക്ക് പങ്കിടപ്പെടുകയായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും വരെ മരണം കാണുകയില്ല നീ എന്ന് അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിൽ അരുളപ്പാടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇത്രയുമല്ലാതെ ശിമ്യോനെ കുറിച്ച് വേദപുസ്തകത്തിൽ മറ്റൊന്നും എഴുതിയിട്ടില്ല. എന്നാൽ പിതാക്കന്മാരുടെ എഴുത്തുകളിലും ചില ഐതിഹ്യങ്ങളിലും നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഈ ശിമ്യോൻ എന്ന മനുഷ്യൻ വേദപുസ്തകം പകർത്തി എഴുതിയിരുന്ന പകർത്തെഴുത്തുകാരനായിരുന്നു. അദ്ദേഹം ബൈബിൾ ഇങ്ങനെ പകർത്തി എഴുതുന്ന ആളാണ്. ഒരിക്കൽ അദ്ദേഹം ബൈബിൾ പകർത്തി എഴുതുമ്പോൾ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം പകർത്തി എഴുതി. അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു വാക്യം ഇങ്ങനെ വായിച്ചു: കന്യക ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിക്കുമെന്ന്. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇതൊരിക്കലും സംഭവിക്കില്ല. ഒരു സ്ത്രീ ഗർഭിണിയായ ആൾ, അവൾ കന്യകയല്ല, കന്യക ഗർഭം ധരിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഈ വാക്യം തെറ്റാണ്. അദ്ദേഹം അതവിടെ എഴുതിയില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം അത്രയും സ്ഥലം ബ്ലാങ്ക് ഇട്ടു, എന്നിട്ട് ബാക്കി തർജ്ജമ ചെയ്തു. എന്നാൽ പിറ്റേന്ന് അദ്ദേഹം തന്റെ എഴുത്തുമുറിയിൽ പ്രവേശിച്ചപ്പോൾ ഞെട്ടലോടെ കണ്ടുവെന്ന് താൻ ബ്ലാങ്ക് ഇട്ട ഭാഗം ആരോ മനോഹരമായ അക്ഷരങ്ങളിൽ ഫില്ലപ്പ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, എന്റെ അസാന്നിധ്യത്തിൽ ആരോ വന്ന് ഞാൻ പകർത്തെഴുതിയ ബുക്ക് പരിശോധിച്ചു. അപ്പോൾ അതിനകത്തൊരു വാചകം വിട്ടുപോയത് കണ്ട് അവരത് എഴുതി ചേർത്തതാണ്. അദ്ദേഹം അപ്പോൾ തന്നെ ഇത് മായ്ച്ചു കളഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞു, ഇത് സംഭവ്യമല്ല, അതുകൊണ്ട് ഇത് ഇവിടെ വേണ്ട. എന്നിട്ട് അദ്ദേഹം അന്ന് വൈകുന്നേരം വീണ്ടും പുസ്തകം പകർത്തി എഴുതി മടങ്ങിപ്പോയി. പിറ്റേന്ന് വന്നപ്പോൾ അദ്ദേഹം പുസ്തകം നോക്കുമ്പോൾ ആ പേജ് തുറന്നിരിക്കുകയാണ്. അദ്ദേഹം ഞെട്ടലോട് നോക്കുമ്പോൾ അവിടെ വീണ്ടും ഫില്ലപ്പ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ആശ്ചര്യപ്പെട്ടു പോയി, നിന്ന് നിൽപ്പിൽ വിയർത്തുപോയി. ഇത് ആരാണിത് ചെയ്യുന്നത്? അദ്ദേഹം വീണ്ടും അത് മായ്ച്ചു കളഞ്ഞുവെന്ന്. അന്ന് എഴുത്ത് കഴിഞ്ഞ് മുറി വിട്ട് പോകുമ്പോൾ ആ മുറി അദ്ദേഹം പുറത്തു നിന്ന് പൂട്ടിക്കൊണ്ടാണ് അത്ര പോയത്. എന്നാൽ 3-ാം നാൾ അദ്ദേഹം വരുമ്പോൾ അതേ പേജ് വീണ്ടും തുറന്നിരിക്കുന്നു. അടുത്തിട്ട മുറിക്കുള്ളിൽ ആരോ പ്രവേശിച്ച് ആ വാചകം വീണ്ടും എഴുതി വെച്ചിരിക്കുന്നു. ഞെട്ടിപ്പോയി അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ആരാണിത് എഴുതിയത്? എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് അരുളി ചെയ്തു, ഈ എഴുതപ്പെട്ട ക്രിസ്തുവിനെ നിന്റെ കണ്ണാലെ കാണുവോളം നീ ഈ മരണത്താൽ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന പ്രശ്നമില്ല. ആ മനുഷ്യൻ അന്നു മുതൽ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ വായിച്ചത്. ദൈവമക്കളെ, അമ്പരപ്പോടെയാണ് നമ്മൾ ഇത് അറിയേണ്ടത്. പരിശുദ്ധാത്മ നിയോഗത്താൽ ആ മനുഷ്യൻ ദൈവാലയത്തിലേക്ക് ചെന്നു. ഇതാ നീ കാത്തിരുന്നവൻ വന്നിട്ടുണ്ട് ചെന്ന് കാണുക. 40 ദിവസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് അമ്മ ആലയത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ വയോവൃദ്ധനായ ഭാഗ്യവാൻ ആ കുഞ്ഞിനെ കൈകളിൽ വാങ്ങുകയാണ്. എന്നിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. തമ്പുരാനെ, നീ ഒരുക്കിയ നിന്റെ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ. കന്യക ഗർഭം ധരിച്ച് പ്രസവിച്ച പൈതലിനെ എന്റെ കണ്ണാലെ ഞാൻ കണ്ടുവല്ലോ. ഇതിനുള്ള മഹാഭാഗ്യം എനിക്ക് തന്നുവല്ലോ. ഇനി നിന്റെ ദാസനെ സമാധാനത്തോടെ വിട്ടയക്കണമേ.
ജീവിതത്തിൽ ആ നിമിഷം വരെ അനുഭവിക്കാതിരുന്ന ഒരു മഹാസമാധാനം ക്രിസ്തുവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന് നിറഞ്ഞു. അതുവരെ അനുഭവിക്കാതിരുന്ന ഒരു മഹാസന്തോഷം ക്രിസ്തുവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞു. അതുവരെ അനുഭവിക്കാതിരുന്ന ഒരു മഹാ ആശ്വാസം ക്രിസ്തുവിനെ കണ്ടപ്പോൾ ആ ഭാഗ്യവാന്റെ ഉള്ളത്തിൽ വന്ന് നിറഞ്ഞു. അദ്ദേഹം അത് പ്രഘോഷിച്ചു, വിളംബരം ചെയ്തു. തുടർന്ന് വായിക്കുമ്പോഴേക്കും ദൈവാലയത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ ഈ മഹാസാക്ഷ്യം മുഖാന്തിരമായി തീർന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, തുടർന്ന് താഴോട്ട് വായിക്കുന്നത് ഇങ്ങനെ, പിന്നെ ശിമിയോൻ അവരെ അനുഗ്രഹിച്ചു. അവന്റെ അമ്മയായ മറിയയോട് ചില അരുളപ്പാടുകളൊക്കെ കൊടുത്തു. അതിനുശേഷം 36-ാമത്തെ വാക്യം, ആശേർ ഗോത്രത്തിൽ ഫനൂവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യകാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ചു. പിന്നീട് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോകുന്നു. ഇതിൽ പറയുന്ന കണക്കനുസരിച്ച് ഏകദേശം 110 വയസ്സെങ്കിലും പ്രായമുണ്ട് ഈ അമ്മയ്ക്ക്. ഈ അമ്മ ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആലയത്തിൽ ഇരിക്കുകയാണ്. ആ നാഴികയിൽ അവളും അടുത്തു ചെന്നു ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. ദൈവമക്കളെ, അവിടെ ഒരു വലിയ വചന പ്രഘോഷണം നടക്കുകയാണ്. വെറും 40 ദിവസം പ്രായമുള്ള കാലത്ത് അവൻ പ്രഘോഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. യേശു പ്രഘോഷിക്കപ്പെട്ടു. ആരാൽ? വയോവൃദ്ധനായ ശിമിയോൻ എന്ന ഭാഗ്യവാനായ പരിശുദ്ധാത്മ നിറവുള്ള മനുഷ്യനാൽ 110 വയസ്സെങ്കിലും പ്രായമുള്ള വയോവൃദ്ധയായ ഒരു പ്രവാചകയായ അമ്മയാൽ അവൻ പ്രഘോഷിക്കപ്പെട്ടു. ദൈവമക്കളെ, അവിടെ മഹാസന്തോഷം കേട്ടവരെല്ലാവരും ദൈവത്തെ സ്തുതിക്കുവാൻ അത് ഇടയാക്കി തീർത്തു. എന്നാൽ എന്തിനാണിത് പറഞ്ഞതെന്നല്ലേ, നമ്മളാകുന്ന ദൈവാലയത്തിൽ ഈ മശിഹാതമ്പുരാൻ എഴുന്നള്ളി വന്നാൽ നമ്മുടെ ജീവിതത്തിൽ മഹാസന്തോഷം വന്ന് നിറയും. ഹല്ലേലൂയ. അവർണ്ണനീയമായ സമാധാനം വന്ന് നിറയും. ഹല്ലേലൂയ. വർണ്ണനാതീതമായ സമാശ്വാസം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ സന്തോഷിപ്പാൻ കഴിയുന്നുണ്ടോ ദൈവവൈതലേ? ജീവിതത്തിൽ സമാധാനിപ്പാൻ കഴിയുന്നുണ്ടോ ദൈവവൈതലേ? ജീവിതത്തിൽ ആശ്വാസം അനുഭവിപ്പാൻ കഴിയുന്നുണ്ടോ ദൈവവൈതലേ? ഈ ചോദ്യങ്ങൾക്ക് നമ്മളോട് തന്നെ ഉത്തരം തേടണം. ആധുനിക ലോകത്ത് ദൈവമക്കൾ എന്നറിയപ്പെടുന്ന വിശ്വാസികളുടെ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം പേർക്കും സന്തോഷമില്ല, സമാധാനമില്ല, ആശ്വാസമില്ല. മൂടിക്കെട്ടിയ മാനം കണക്കെ ആളുകൾ അങ്ങനെ എന്താ വല്ലാത്ത ഒരു മാനസികാവസ്ഥയും മുഖഭാവവുമായി നടക്കുകയാണ്. ചിരിയില്ല, സന്തോഷമില്ല, ഉല്ലാസമില്ല. വലിയ സംഘർഷത്തിലൂടെയാണ് ഈ നാളുകളിൽ ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകളെ കാണുമ്പോൾ അവർ ഒന്ന് ചിരിക്കുമെന്ന് വിചാരിച്ചാൽ അവരുടെ മുഖത്ത് പുഞ്ചിരി വിരിയുന്നില്ല. അവരുടെ ഉള്ളിലെ വൈഷമ്യം ഉള്ളിൽ ഇരമ്പി ആർത്ത് പൊങ്ങി വരുന്നത് കൊണ്ട് അവർക്ക് ചിരിക്കാനാകുന്നില്ല. ഈ നാളുകളിൽ ആളുകളെല്ലാം സംഘർഷത്തിന്റെ മധ്യത്തിലാണ്. ഈ സംഘർഷങ്ങളുടെ എല്ലാം കാരണമെന്താ? ഈ ഭൗമ ലോകവാസവുമായി ബന്ധപ്പെട്ട് അവർക്ക് സംഭവിച്ചിട്ടുള്ള മുറിവുകളാണ്, അവർക്ക് നഷ്ടപ്പെട്ട പ്രതീക്ഷകളാണ്, അവർക്ക് നഷ്ടപ്പെട്ട സാധ്യതകളാണ് അവരെ സംഘർഷത്തിലാക്കുന്നത്. ആധുനിക ലോകത്തെ മനുഷ്യരെ കുറിച്ച് അച്ഛൻ സാധാരണ പറയാറുള്ള ഒരു ഉപമയുണ്ട്. അടുപ്പത്ത് വെച്ചിരിക്കുന്ന പ്രഷർ കുക്കറിന്റെ ഉള്ളിലെ അവസ്ഥയാണ് ഇന്ന് അനേക മനുഷ്യരുടെ ഹൃദയത്തിനകത്ത്. പ്രഷർ കുക്കറിൽ ആഹാരമിട്ട് അടച്ചടുപ്പത്ത് വെച്ചടിയിൽ തീയും കൊടുത്താൽ അതിനകത്ത് പിന്നെ എന്താ സംഭവിക്കുക? പ്രഷർ കുക്കറിലെ ആഹാരം വേറുന്നത് തീയുടെ ചൂട് കൊണ്ടല്ലല്ലോ പ്രിയപ്പെട്ടവര്, പ്രഷറാണ്. ഈ പ്രഷർ ഇതിനകത്ത് നിറഞ്ഞ് 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 ഭയാനകമായ ഒരു തലത്തിലേക്ക് അത് എത്തുകയാണ്. ഇതിനകത്തുള്ള ആഹാര സാധനം മർദ്ദിച്ച് വേവിക്കുകയാണ്. അതാണ് പ്രഷർ കുക്കറിന്റെ സിസ്റ്റം. ഒരുപക്ഷെ അടുപ്പത്ത് വെച്ച് 1.5 മണിക്കൂർ 2 മണിക്കൂർ തിളപ്പിച്ചാൽ വേവുന്ന സാധനം 10 മിനിറ്റിനുള്ളിൽ പ്രഷർ കുക്കറിനകത്ത് വെന്തവിഞ്ഞു വരികയാണ്. ഞാൻ എൻ്റെ സ്വാഭാവിക ശൈലിയിൽ പറഞ്ഞാൽ
45 വയസ്സുള്ള മുതുപോത്തിന്റെ ഇറച്ചി ഇതിനകത്തേക്ക് മുറിച്ചിട്ടിട്ട് അടച്ചടുപ്പത്ത് വെച്ച് തീ കൊടുത്താൽ ഒരു 5-8 ഗ്യാസ് പ്രഷർ വന്നു കഴിയുമ്പോൾ അത് ഇറക്കി വെച്ചിട്ട് തുറന്നാൽ നല്ല പഞ്ഞി കണക്കെ ആ ഇറച്ചി പുറത്തിറക്കി എടുക്കാം. മക്കളെ, എന്നാൽ ഞാൻ ഇന്നലെ മുതൽ നിങ്ങൾ കാണുന്നതാണല്ലോ, ഒരു മയവും നിങ്ങളിൽ ഞാൻ ഇപ്പോഴും കാണുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ചില മനുഷ്യരെ പിടിച്ച് ഇതുപോലൊരു വലിയ പ്രഷർ കുക്കറിൽ കയറ്റി 35 ഗ്യാസ് വരുത്തിയിട്ട് പുറത്തിറക്കി നിർത്തിയാൽ കയറിയതിനേക്കാൾ കടുപ്പത്തിൽ കരിങ്കൽ അയ്യോ, ഒരു വ്യത്യാസമില്ല. ദൈവമക്കളെ, പ്രഷറാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രഷർ നിറയുന്ന കുക്കറിനകത്ത് സമാധാനമില്ല പ്രിയപ്പെട്ടവര്. അതിനകത്ത് യാതൊരു സമാധാനവുമില്ല. ഇന്ന് അനേകം പേരുടെ ഹൃദയനില ഇത് തന്നെയാണ്, സമാധാനമില്ല. ഉള്ളു നിറച്ച് പ്രഷറാണ്. കുടുംബത്തെ കുറിച്ചുള്ള പ്രഷർ, സമാധാനമില്ല. മക്കളെ കുറിച്ചുള്ള ചിന്ത, സമാധാനമില്ല. ജീവിത പങ്കാളിയെ കുറിച്ചുള്ള ചിന്ത, സമാധാനമില്ല. ഭർത്താവിന്റെ മദ്യപാനത്തെ കുറിച്ചുള്ള ചിന്ത, സമാധാനമില്ല. മാരകമായ രോഗങ്ങൾ തനിക്ക് വന്നു എന്ന ഓർമ്മയിൽ നിന്നുള്ള ചിന്ത, സമാധാനമില്ല. മാരകമായ രോഗങ്ങൾ വരാൻ പോകുന്നുവെന്ന ആകുലത, സമാധാനമില്ല. അതുകൊണ്ട് ചിരിയില്ല, സന്തോഷമില്ല. ദൈവമക്കളെ, വിളിക്കപ്പെടുന്ന ദൈവമക്കളെന്ന ജീവിതവും ഏകദേശം ദൈവമക്കളാണെന്നുള്ള ഭാവത്തില്, പക്ഷെ ചിരിയില്ല, സന്തോഷമില്ല, സമാധാനമില്ല, ആനന്ദം എന്തെന്നറിയില്ല. തുടക്കത്തിൽ അഭിയുന്ന തിരുമേനി പറഞ്ഞല്ലോ, മഹായിടവയുടെ ഇലക്ഷൻ നടക്കാൻ പോവുക, നിങ്ങൾ ചിരിക്കാതിരിക്കരുത്, തമ്മിൽ കണ്ടാൽ മിണ്ടാതിരിക്കരുത്, മുഖം വീർപ്പിച്ച് നടക്കരുത് എന്ന്. തിരുമേനിയുടെ എക്സ്പീരിയൻസ് ആണത് പറയിപ്പിച്ചത്. ദൈവ മക്കൾക്ക് അങ്ങനെ ആകാനാകുമോ? വൈരാഗ്യം ഉള്ളിലിട്ടുകൊണ്ട് നടക്കാനാകുമോ? പ്രഷർ കുക്കർ കണക്കെ സഞ്ചരിക്കാനാകുമോ? അങ്ങനെ ആരെങ്കിലും സഞ്ചരിച്ചാൽ അവർ ദൈവാലയങ്ങളല്ല, അവരുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ ഉള്ളിൽ ഈ പ്രഷർ നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ സമാശ്വാസവും സമാധാനവും സന്തോഷവും ഇല്ലാത്തത്. ദൈവമക്കളെ, ഈ ആളുകളെ ഞാൻ അടുത്ത് അറിയുമ്പോൾ ആശങ്ക തോന്നാറുണ്ട് എനിക്ക്. ചില ആളുകളോട് വിശേഷം ചോദിച്ചാൽ മറുപടി വരുന്നത് ചില പ്രത്യേക ശബ്ദങ്ങളോടുകൂടിയാ. സഹോദര, എന്തുണ്ട് വിശേഷം? എൻ്റെ അച്ഛാ, എന്തു പറയാനാ? പിന്നെ പരാതിയുടെ ബാണ്ഡക്കെട്ടഴിച്ച് വിളമ്പുകയാണ്. ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് ചോദിച്ച് കുറച്ച് കഴിയുമ്പോൾ തോന്നിപ്പോകും. സഹോദരന്മാർ അങ്ങനെ നിൽക്കട്ടെ, സഹോദരിമാരോട് ചോദിക്കൂ, സഹോദരി എന്തുകൊണ്ട് വിശേഷം? ഇത്തിരി നീളം കൂടുതലാ. എന്നിട്ട് സഹോദരി പിന്നെ പരാതിയുടെ കെട്ടടിക്കാൻ തുടങ്ങും. പിന്നെ യാതൊരു സ്വസ്ഥതയുമില്ല, സമാധാനവുമില്ല. ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ഇറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ദൈവമക്കളെ, ബ്ലൂടൂത്ത് വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കൊണ്ട് എനിക്ക് ഫ്രീ ഹാൻഡായിട്ട് സംസാരിക്കാൻ പറ്റും. അന്നേരം തുടങ്ങിയ പരിദേവനമാണ്, സഹോദരിയുടെ വിലാപവും നിലവിളിയും കണ്ണുനീരും കൂട്ടക്കരച്ചിലും. ദൈവമക്കളെ, ആ സഹോദരിയുടെ സംഘർഷങ്ങളും സങ്കടങ്ങളും മുഴുവൻ പെയ്തൊഴിയുകയായിരുന്നു. വീട്ടിലെത്തോളം ഞാനത് കേട്ട് സമാധാനിപ്പിച്ചു. ദൈവമക്കളെ, സമാധാനമില്ല, സ്വസ്ഥതയില്ല, ആശ്വാസമില്ല. ഈ ലോകം സംഘർഷഭരിതമാണ്. ഈ ലോകത്ത്, ഈ ലോകപ്രകാരം സന്തോഷവും സമാധാനവും തേടുന്നവരാ ഞാനും നിങ്ങളും. അത് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ ഈ സംഘർഷത്തിൽ പെട്ടുപോകുന്നത്. ഈ ലോകം അത് നശ്വരമാണ്, അത് താൽക്കാലികമാണ്. ഇവിടെ നിലനിൽക്കുന്ന വീടില്ല, നാടില്ല, നഗരമില്ല, കെട്ടിടമില്ല, കൊട്ടാരമില്ല, പാർപ്പിടമില്ല. ഇവിടെ നിലനിൽക്കുന്ന ബന്ധങ്ങളില്ല, ബന്ധുക്കളില്ല, പ്രിയങ്ങളില്ല, പ്രിയപ്പെട്ടവരില്ല, പ്രിയം വെച്ചവരുമില്ല. ഒരിക്കലും എല്ലാവരും ഒരുമിച്ചല്ല ഭൂമിയിലേക്ക് വന്നത്, ഒരിക്കലും എല്ലാവരും ഒരുമിച്ചല്ല ഭൂമി വിട്ട് പോകുന്നത്. കണ്ടുമുട്ടി പിരിയേണ്ടി വരും, ഉറപ്പാണ്. എന്നാൽ ഈ ഭൗമ ലോകത്തിനപ്പുറത്ത്, അശ്വര ലോകത്തിനപ്പുറത്ത് അനശ്വരമായൊരു ലോകമുണ്ടെന്ന്, അനശ്വരമായൊരു വാസമുണ്ടെന്ന്, അനശ്വരമായൊരു നിത്യതയുണ്ടെന്ന്, നിത്യതയിൽ നമുക്കൊരു കർത്താവുണ്ടെന്ന്, അവൻ നമ്മുടെ മണവാളനാണെന്ന്, നമുക്ക് വേണ്ടി മണിയറൊരുക്കാൻ പോയവനാണെന്ന്, മടങ്ങി വന്ന് കൂടെ കൊണ്ടുപോകുമെന്ന്, മണവറയിൽ തന്റെ മാറിൽ ചാരി ഇരുത്തുമെന്ന്, ആശ്വസിപ്പിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത പ്രാണപ്രിയനെ ഉള്ളത്തിൽ അറിഞ്ഞൊരാൾക്ക് നശ്വരമായ ലോകത്തിന്റെ സംഘർഷങ്ങളുടെ മധ്യത്തിൽ വാടിപ്പോകാനാകുമോ? തളരാനാകുമോ? സംഘർഷത്തിൽപ്പെട്ട് തളർന്നു പോകാനാകില്ല. എന്തേ ദൈവമക്കളെ വാടിപ്പോകുന്നത്? ക്രിസ്തുവിനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഉള്ളത്തിൽ ഇതുവരെയും ക്രിസ്തു ഉണ്ടെന്ന് ഉറപ്പായിട്ടില്ല. അവൻ നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ ആനന്ദമാണ് നമ്മിൽ നിന്ന് പുറത്തേക്ക് വമിക്കുക. മാരകമായ ക്യാൻസർ ബാധിച്ച് അത്യാസന സന്ധികളോടും വേദനിച്ച് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഒരിക്കൽ ഞാൻ കണ്ടു. അദ്ദേഹം അപ്പോഴും പുഞ്ചിരിക്കുകയാണ്, മധുരമായി പാട്ടുപാടുകയാണ്. അദ്ദേഹം അടുത്ത് എല്ലാവരോടൊക്കെ പറയുകയാണ്, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, എന്നെയും. നമുക്ക് കർത്താവിനെ സ്തോത്രം, പാട്ടുപാടാം. ദൈവമക്കളെ, ഈ
മനുഷ്യനോട് ഞാൻ ചോദിച്ചു, സ്നേഹിത വേദനയില്ലേ? നല്ല വേദനയുണ്ടച്ചു. അപ്പൊ താങ്കൾ ഈ കാണിക്കുന്നത് അഭിനയമല്ലേ? താങ്കൾ എല്ലാവരെയും കാണുമ്പോൾ ചിരിച്ചു കാണിച്ച് അഭിനയിക്കുകയല്ലേ? അല്ലച്ചോ, ഞാൻ ആസ്വദിക്കുകയാണ് ഈ വേദന. കർത്താവായി യേശുമിശിഹ എനിക്ക് വേണ്ടി കുരിശിൽ സഹിച്ച മഹാനൊമ്പരങ്ങളോട് ചേർത്ത് വെച്ച് ഞാൻ അങ്ങ് ആസ്വദിക്കുകയാണ്. ഈ വേദന പോലും ഇന്ന് എനിക്ക് ആരാധനയ്ക്കുള്ള ഒരു നല്ല അവസരമാണ്. അപൂർവ സിദ്ധരാണ് ഇങ്ങനെയുള്ള മനുഷ്യർ, പ്രിയപ്പെട്ടവരെ. എന്നാൽ ഒരു പനി വന്നാൽ അത് കൊറോണയാണോ, ഇനി ഓക്സിജൻ കിട്ടാതെ വരുമോ, മരിച്ചു പോകുമോ എന്ന് വിചാരിച്ച് പിന്നെ ജീവിതം മുഴുവൻ മൂഡ് ഓഫ് ആക്കി കളയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ജനത്തിൽ പലരും. ദൈവമക്കളെ, ക്രിസ്തുവാകുന്ന കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ ഹല്ലേലൂയ, അവൻ നമ്മളാകുന്ന ആലയത്തിൽ എഴുന്നള്ളി താമസിച്ചാൽ ഹല്ലേലൂയ, നമ്മളിൽ നിന്ന് ആനന്ദം പുറത്തേക്ക് വമിക്കും നിശ്ചയം. നമ്മിൽ നിന്ന് സമാധാനം വഴിഞ്ഞൊഴുകും നിശ്ചയം. നമ്മൾ ആനന്ദപൂർണരും സമാശ്വസിക്കുന്നവരുമായി തീരും. ക്രിസ്തു നിങ്ങളിലുണ്ടോ? നിങ്ങൾ യഥാർത്ഥ ദൈവാലയങ്ങളാണോ? അച്ഛൻ എല്ലാ സന്ദേശങ്ങളിലും കുറെ ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരം കണ്ടെത്തണം. ഇന്നലെയും ചോദിച്ചു, നിങ്ങളിപ്പോൾ യഥാർത്ഥ ദൈവാലയങ്ങളാണോ? ക്രിസ്തു ഇപ്പോൾ നിങ്ങളിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ സംഘർഷങ്ങളൊന്നും നിങ്ങളെ ബാധിക്കില്ല. എത്ര വലിയ പ്രതിസന്ധികൾ നിങ്ങൾ കടന്നു പോകുമ്പോഴും, എത്ര വലിയ കടമ്പകൾ നിങ്ങൾ കടക്കേണ്ടി വരുമ്പോഴും മുഖത്തെ ഭാവം മാറില്ല, നിങ്ങളുടെ പ്രസാദത്തിനൊരു വ്യത്യാസവും വരില്ല, നിങ്ങളുടെ പുഞ്ചിരി മാഞ്ഞു പോകില്ല, നിങ്ങളുടെ ഹൃദയം തളരില്ല. കാരണം ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. അവനാണ് എൻ്റെ സമാധാനം, അവനാണ് എൻ്റെ സന്തോഷം, അവനാണ് എൻ്റെ ആശ്വാസം. ഇതാ അവൻ എൻ്റെ ഉള്ളത്തിൽ പാർക്കുന്നു. ഹല്ലേലൂയ, ഞാൻ ആനന്ദിക്കുന്നു എന്ന് പറവാൻ കഴിയണം. ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്നാൽ, ഞാനാകുന്ന ദൈവാലയത്തിൽ അവൻ സന്ദർശിച്ചാൽ. ഇതാണ് ഒന്നാമത്തെ അനുഭവം. ആമേൻ. നമ്മിൽ ഇന്ന് ഇതുണ്ടോ എന്ന് സ്വയത്തോടൊന്ന് ചോദിക്കണം. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി അതുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇവിടെ നിന്ന് മടങ്ങാൻ, ഈ സന്ദേശത്തിന് മുന്നിൽ നിന്ന് മടങ്ങാൻ. ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവ് രണ്ടാം പ്രാവശ്യം ദൈവാലയം സന്ദർശിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 2-ാം അധ്യായത്തിൽ തന്നെയാണ്. 41 മുതൽ 51 വരെ തിരുവചനങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കർത്താവിന് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ സംഭവിച്ച ഒരു സന്ദർശനമാണ്. അവൻ്റെ അമ്മപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. ഇത് യഹൂദൻ്റെ ഒരു നിയോഗമാണ്. യഹൂദന്മാർക്ക് പെരുന്നാളുകൾ പലതുണ്ട്. അതിൽ വലിയ പെരുന്നാളുകൾ 3 എണ്ണമാണ്. പെരുന്നാളുകളുടെ പെരുന്നാളെന്ന് വിളിക്കപ്പെടുന്ന വലിയ പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. മിസ്രയീമിലെ അടിമ വീട്ടിൽ നിന്ന് ദൈവം തമ്പുരാന്റെ കാരുണ്യാതിരകത്തിൽ ഇടപെടലാൽ കുരളറക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്തിൽ ഇസ്രയേൽ കുടുംബങ്ങൾ മുദ്രയിടപ്പെട്ട രാത്രിയിൽ സംഹാരകന്റെ വാളിൽ നിന്ന് ഇസ്രയേൽ കടിഞ്ഞൂലുകളെ രക്തത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ സംരക്ഷിച്ച് മറച്ച് ആ രാത്രികാലം അവരെ അടിമ വീട്ടിൽ നിന്ന് വിടർത്തി വാഗ്ദത്ത കനാലിലേക്ക് ദൈവം വഴി നടത്തിയതിന്റെ അനുസ്മരണമാണ് പെസഹ. ആണ്ടിൽ ഒരിക്കൽ അവർ ആ പെരുന്നാൾ യെരുശലേമിൽ വെച്ച് കൊണ്ടാടണമെന്ന് ന്യായപ്രമാണത്തിൽ അവർക്ക് കൽപ്പനയുണ്ട്. ഈ പെരുന്നാൾ വരുമ്പോൾ എല്ലാ യഹൂദന്മാരും യെരുശലേമിലേക്ക് പോകും. എഴുതിയിട്ടുള്ളത് ഒരാണ്ടിലെ പെസഹ പെരുന്നാളിന് 20 ലക്ഷം മുതൽ 30 ലക്ഷം വരെ യഹൂദന്മാർ യെരുശലേമിൽ ചെന്ന് തമ്പടിക്കുമായിരുന്നു എന്നാണ്. അചിന്തനീയമായ ഒരു സംഖ്യയാണ് അന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നവർക്ക് രാജ്യമുണ്ടെങ്കിലും ആലയമില്ല, അതുകൊണ്ട് പെരുന്നാളുമില്ല. ഇരിക്കട്ടെ, നമ്മൾ ചിന്തിക്കുകയാണ്, ഈ പെരുന്നാളിന് ആണ്ടുതോറും അവരും പോകുമായിരുന്നു. യേശുവിന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. ഈ പെരുന്നാളിന് പോയിട്ട് സംഭവിച്ച കാര്യം താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെരുന്നാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. യേശു കൂടെ ഉണ്ടാകുമെന്ന് നിരൂപിച്ചു. അങ്ങനെ നിരൂപിച്ച് മടങ്ങിപ്പോരാൻ കാരണമുണ്ട്. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് പൊതുസ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന പതിവ് അന്നില്ല. സ്ത്രീകൾ ഒരു ഗ്രൂപ്പായിട്ട് സഞ്ചരിക്കും, പുരുഷന്മാർ മറ്റൊരു ഗ്രൂപ്പായിട്ട് സഞ്ചരിക്കും. പുരുഷന്മാരുടെ ഗ്രൂപ്പിലാണ് യൗസേപ്പ് പിതാവുള്ളത്. യേശു 12 വയസ്സുള്ള ബാലകൻ. ഇത് ഈ 2 വിഭാഗത്തിലും പെടാവുന്ന ഒരു പ്രായമാണ്. അപ്പോൾ പിതാവിൻ്റെ കൂടെ കാണുമെന്ന് മാതാവ് വിചാരിച്ചു. സ്ത്രീകളുടെ കൂട്ടത്തിൽ നടക്കുന്ന മാതാവിനോട് കൂടെ പൈതൽ കാണുമെന്ന് യൗസേപ്പ് പിതാവും വിചാരിച്ചു.
അവര് കുറെ ദൂരം വഴി നടന്നു പോയി. എന്നിട്ട് ഒരു ദിവസത്തെ വഴി നടന്ന് പോയ ശേഷം അവർ ഒരുമിച്ച് കൂടിക്കണ്ട സ്ഥലത്ത് വെച്ച് മുഖാമുഖം വന്നപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ചോദിച്ചു, മകനെവിടെ? ഞെട്ടിപ്പോയി. അങ്ങയുടെ കൂടെ ഉണ്ടെന്നല്ലോ ഞാൻ വിചാരിച്ചത്, അല്ല അവിടുത്തെ കൂടെ ഉണ്ടെന്നല്ലോ ഞാൻ വിചാരിച്ചത്. രണ്ടുപേരും നടുങ്ങി. അവർ ബന്ധപ്പെട്ട് യെരുശലേമിലേക്ക് ഓടുകയായിരുന്നു. ദൈവമക്കളെ, ആളുകൾ ധാരാളമായി പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയമാണ്. തിരിച്ച് അങ്ങോട്ട് ആരും തന്നെ പോകുന്നില്ല. അതുകൊണ്ട് മടക്കയാത്ര ദുസ്സഹമാണ്. തിക്കിനും തിരക്കിനും ഇടയിലൂടെ ഊളിയിട്ട് പലപ്പോഴും സമ്മർദ്ദങ്ങൾ സഹിച്ച് വലിയ ആവലോടെ അവർ കുതിച്ചു കയറുകയാണ്. ഇങ്ങോട്ട് ഒരു ദിവസം കൊണ്ട് ഇറങ്ങിയ വഴി ദൂരം തിരിച്ച് അങ്ങോട്ട് കയറാൻ 2 ദിവസം എടുത്തെന്ന്. 3-ാം ദിവസം അവർ യേശുവിനെ കണ്ടു. എവിടെ? ദൈവാലയത്തിനകത്ത് അവൻ ഇരിക്കുന്നതായി കണ്ടു. ദൈവമക്കളെ, 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. ഇസ്രായേലിനെ ന്യായപ്രമാണത്തെ അരച്ചു കലക്കി കുടിച്ചിട്ടുള്ള പണ്ഡിതന്മാരായ ഉപദേഷ്ടാക്കന്മാരുടെ മധ്യത്തിലാണ് ബാലകനായ യേശു ഇപ്പോൾ ഇരിക്കുന്നത്. അവന്റെ വാക്ക് കേട്ടവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ടവർ അതിശയിച്ചു. ഹല്ലേലൂയ! എന്തുകൊണ്ടെന്നാൽ അന്ന് ദൈവാലയത്തിൽ വന്ന് കൂടിയിരുന്ന ആ വലിയ പണ്ഡിത ഗണത്തോട് യേശു പരിജ്ഞാനം പങ്കിടുകയായിരുന്നു. വെറും 12 വയസ്സുള്ള ബാലകന്റെ പരിജ്ഞാനത്തിൽ അവർ അത്ഭുതപ്പെട്ടു എന്നല്ലോ നമ്മൾ വായിച്ചത്. അവൻ പരിജ്ഞാനം പങ്കിടുകയായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അറിവും പരിജ്ഞാനവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അറിവാർജിക്കുന്നവരാണ് ലോകത്തുള്ള മനുഷ്യരൊക്കെ. നമ്മളൊക്കെ ആർജിക്കുന്നതിൽ അഗ്രഗണ്യരാണ്. ചിലരെങ്കിലും അവരുടെ അറിവിന്റെ തലം വീണ്ടും വീണ്ടും വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ പറയാറുള്ളത് പോലെ ചിലരുടെ പേരെഴുതിയിട്ടതിന്റെ വാലെഴുതാൻ ഒരു പായ കടലാസ് മതിയാകില്ല. ഈ വാലെന്ന് ഉദ്ദേശിച്ചത് അവരുടെ ഡിഗ്രികളും അവർ സമ്പാദിച്ച യോഗ്യതകളുമാണ്. അങ്ങനെ ഇങ്ങനെ വാല് പോലെ എഴുതിയാൽ ഒരു പായ കടലാസ് മതിയാകാത്ത മഹാവിവരമുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒത്തിരി അറിവ് അവർ സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, അക്കാഡമിക്കൽ അറിവ് എത്രയൊക്കെ ഒരു മനുഷ്യൻ സമ്പാദിച്ചാലും ആ അറിവ് കൊണ്ടുള്ള പ്രയോജനം ഭൗമലോകവാസത്തിൽ മാത്രം. ആ അറിവ് ആ ആൾ മരിക്കുന്നതോടുകൂടെ അയാളോടൊപ്പം അസ്തമിക്കും. ഹല്ലേലൂയ! ലോകത്തിന്റെ അറിവിന്റെ പ്രത്യേകത അതാണ്. ഒരു കുഴപ്പം അതാണ്. എന്നാൽ പരിജ്ഞാനം അതല്ല. പരിജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ദൈവത്തെ അറിയുന്നതിന്റെ പേരാണ് പരിജ്ഞാനം. ദൈവത്തെ കുറിച്ച് അറിയുന്നതിന്റെ പേരല്ല, ദൈവത്തെ അറിയുന്നതിന്റെ പേരാണ് പരിജ്ഞാനം. ദൈവത്തെ കുറിച്ച് അറിഞ്ഞിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. ദൈവത്തെ കുറിച്ച് അറിഞ്ഞതിന്റെ വെളിച്ചത്തിൽ പ്രബന്ധങ്ങൾ എഴുതി ഡോക്ടറേറ്റുകൾ സമ്പാദിച്ചിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ അവരിൽ പലരും ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ദൈവശാസ്ത്രത്തിൽ 3-4 ബിരുദങ്ങളും ഡോക്ടറേറ്റുകളും ഒക്കെ സമ്പാദിച്ച ആളുകൾ ജീവിത നൈരാശ്യത്തിന്റെ പിടിയിൽ അമർന്ന് സൂയിസൈഡ് ചെയ്തതായി പിന്നീട് കാണുവാനിടയായത്. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. 4-ാം ക്ലാസ് മാത്രം പഠിച്ചിട്ടുള്ള ചില ഭാഗ്യവാന്മാർ ദൈവത്തെ കുറിച്ച് ഒന്നും അറിഞ്ഞില്ല. ഒരു പ്രബന്ധവും എഴുതിയില്ല, ഒരു ഡിഗ്രിയും എടുത്തില്ല, ഒരു മാസ്റ്റേഴ്സും ചെയ്തില്ല, ഒരു ഡോക്ടറേറ്റും എടുത്തില്ല. പക്ഷെ ദൈവത്തെ അറിഞ്ഞവരായിരുന്നു. ജീവിതത്തിൽ അല്ലലുണ്ടായിരുന്നു, അലച്ചിലുണ്ടായിരുന്നു, കഷ്ടമുണ്ടായിരുന്നു, രോഗമുണ്ടായിരുന്നു, പീഡയുണ്ടായിരുന്നു, വേട്ടയാടപ്പെടലുണ്ടായിരുന്നു. അതിന്റെ മധ്യത്തിൽ തങ്ങൾ അറിഞ്ഞ ദൈവത്തെ മുറുകെ പിടിച്ച് അവർ ആനന്ദത്തോടെ മുന്നേറി വിജയകരമായ ആത്മീക ജീവിത പൂർണ്ണത കണ്ടെത്തി. ഹല്ലേലൂയ! ദൈവമക്കളെ, ഇവിടെയാണ് അറിവും ജ്ഞാനവും തമ്മിലുള്ള അന്തരം നാം വായിച്ചെടുക്കേണ്ടത്. ദൈവത്തെ അറിയുക. ഇന്ന് എല്ലാവർക്കും ദൈവത്തെ കുറിച്ചറിയാം. ആരാണ് യേശു ക്രിസ്തു? അവര് പറയും അവൻ ദൈവത്തിന്റെ പുത്രനാണ്. അതേക്കുറിച്ചൊരു പ്രബന്ധം എഴുതാനുള്ള അറിവ് പലർക്കുമുണ്ട്. ചിലർ പറയും സാക്ഷാൽ ദൈവമാണ്. അങ്ങനെയും പ്രബന്ധം എഴുതാൻ പലർക്കും കഴിയും. ദൈവമക്കളെ, അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്, കടലിന്റെ മീതെ നടന്നവനാണ്, പ്രകൃതി ശക്തിയെ അടക്കിയവനാണ്, കാഴ്ച കൊടുത്തവനാണ്, ചെകിടിന് കേൾവി കൊടുത്തവനാണ്. ഇങ്ങനെ കർത്താവിനെ കുറിച്ച് അറിവുകൾ പലതാണ്. ഈ കർത്താവിനെ അറിഞ്ഞവരും കർത്താവിനെ കുറിച്ച് അറിഞ്ഞവരും തമ്മിലൊരു വ്യത്യാസം ഇപ്പോൾ അച്ഛൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കർത്താവിനെ കുറിച്ച് അറിഞ്ഞവർ
കർത്താവിൻ്റെ അരികിൽ വരുന്നത് അവരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ദൈവത്തോട് പറയാനും അത് കർത്താവിൽ നിന്ന് പ്രാപിക്കാനും മാത്രമാണ്. അവർ പ്രാർത്ഥിക്കുന്നത് മുഴുവനും ഭൗതിക കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. രോഗസൗഖ്യത്തിന് വേണ്ടി, സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി, പരീക്ഷ ജയിക്കാൻ വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി, കുടുംബജീവിതം ഉണ്ടാകാൻ വേണ്ടി, മക്കൾ ഉണ്ടാകാൻ വേണ്ടി, ആൺമക്കൾ ഉണ്ടാകാൻ വേണ്ടി, വിദേശയാത്ര തരപ്പെടാൻ വേണ്ടി, സുരക്ഷിതമായി ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി, പ്രമോഷൻ കിട്ടാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഭൗതികമായ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി അവർ ദൈവത്തോട് നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കും, നിലവിളിച്ചുകൊണ്ടിരിക്കും. അത് ദൈവത്തെ കുറിച്ച് അറിഞ്ഞവരുടെ പ്രാർത്ഥനാ രീതിയാണ്. ദൈവത്തെ അറിഞ്ഞവർ ദൈവത്തിന്റെ മുമ്പിൽ വരുന്നത് നിവേദനങ്ങൾ സമർപ്പിക്കാനല്ല. അവർ ദൈവത്തിന്റെ മുമ്പിൽ വരുന്നത് നന്ദി പറയാനും ആരാധിക്കാനുമാണ്. ഹല്ലേലൂയ. അതാണ് ദൈവത്തെ കുറിച്ചറിഞ്ഞവരും ദൈവത്തെ അറിഞ്ഞവരും തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തെ അറിഞ്ഞവർ ദൈവം മുമ്പിൽ വരുന്നത് ദൈവത്തെ ആരാധിപ്പാനാണ്. എന്തെന്നാൽ അവർക്കറിയാം, ഞാൻ ഒന്നും ചോദിക്കേണ്ടതില്ല, എനിക്ക് വേണ്ടതൊക്കെ എൻ്റെ തമ്പുരാൻ തന്നിട്ടുണ്ട്, ഇനി വേണ്ടതും എൻ്റെ തമ്പുരാൻ തരും. ഞാൻ തന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞാൽ ഈ ആയുസ് മതിയാകില്ല. അതുകൊണ്ട് നന്ദിയുടെ സ്തോത്രത്തിന്റെ ആരാധനയല്ലാതെ എനിക്ക് ദൈവം മുമ്പിൽ മറ്റൊന്നും ചെയ്യാനില്ല. അത് ദൈവത്തെ അറിഞ്ഞവരുടെ ജീവിത ശൈലിയാണ്. ഒന്നോർത്തെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തോടെല്ലാം ചോദിച്ചു വാങ്ങി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ആ ധാരണ തീർത്തും തെറ്റാണ്. നിങ്ങൾ ആരും ദൈവത്തോടൊന്നും ചോദിച്ചു വാങ്ങിയവരല്ല. നമുക്ക് ജീവിതത്തിലുള്ള ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം തമ്പുരാൻ കർത്താവ് ചോദിക്കാതെ ദൈവസ്നേഹത്താൽ നമുക്ക് തന്നതാണ്. ആമേൻ. ഞാനത് നിങ്ങളോട് ഇങ്ങനെ തെളിയിക്കാം. അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് കിടന്നൊരു കുഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ദൈവമേ, എന്നെ ഭൂമിയിലേക്ക് ജനിപ്പിക്കുമ്പോൾ എനിക്ക് 2 കണ്ണുണ്ടാകണമേ, 2 കാലുകൾ ഉണ്ടാകണമേ, 2 കൈകൾ ഉണ്ടാകണമേ, എനിക്ക് കാത് കേൾക്കുമാറാകണമേ, എനിക്ക് ബുദ്ധി ഉണ്ടാകണമേ, എനിക്ക് കുറവില്ലാതെ എന്നെ ജനിപ്പിക്കണമേ എന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ഏതെങ്കിലും ഒരു കുഞ്ഞ് പ്രാർത്ഥിച്ചതായി ഇന്നുവരെ ആർക്കും അറിയില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നോ? നോ. അപ്പോൾ ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊന്നും ചോദിച്ചിട്ട് തന്നതല്ലോ. ഹല്ലേലൂയ. കാഴ്ചയുള്ള കണ്ണുകളും കേൾവിയുള്ള കാതുകളും സംസാരശേഷിയുള്ള നാവും ചലിക്കുന്ന കൈകാലുകളും നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ നാം ഉപയോഗിക്കുന്ന നമ്മുടെ ബുദ്ധിയും വിവേകവും ഒന്നും ചോദിച്ചിട്ട് തന്നതല്ല. അതെല്ലാം ചോദിക്കാതെ തന്നവൻ, ഇത്രയും വിലപ്പെട്ടതെല്ലാം ചോദിക്കാതെ തന്നവൻ. ആമേൻ. ഇനിയും എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ചോദിക്കാതെ തരുമല്ലോ. വചനം പറയുന്നുണ്ട്, നിങ്ങളിലൊരപ്പൻ മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ പിടിച്ചു കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ഇല്ലല്ലോ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഇത്രയും നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സൽഗുണ സമ്പൂർണനായ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് എത്രമാത്രം നന്മകൾ തരാതിരിക്കും, പരിശുദ്ധാത്മാവിനെ തരാതിരിക്കും. വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ ചോദിക്കും മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നവന്റെ മുമ്പിലല്ലോ നിങ്ങൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കളെ, നമ്മൾ എന്തിനാണ് ഇങ്ങനെ ദൈവത്തോട് വിലപേശുന്നത്? അത് ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ്. ദൈവത്തെ അറിഞ്ഞാൽ പിന്നെ വിലപേശലുകളില്ല, ആവലാദികളില്ല, നിവേദനങ്ങളില്ല. ദൈവത്തിന് മുമ്പിൽ ദൈവത്തെ ശ്വാസം മുട്ടിക്കുന്ന പ്രാർത്ഥനകളുമില്ല. സ്തോത്രവും ആരാധനയും മാത്രമാണ് ദൈവത്തെ അറിഞ്ഞവർക്ക് സമർപ്പിക്കാൻ കഴിയുക. ആമേൻ. അങ്ങനെ വിലയിരുത്തുമ്പോൾ നാം ദൈവത്തെ അറിഞ്ഞവരാണോ, പരിജ്ഞാനം പ്രാപിച്ചവരാണോ, പരിജ്ഞാനം പകരുന്ന കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടോ, നാം ആ അർത്ഥത്തിൽ ഇപ്പോൾ ദൈവാലയങ്ങളാണോ എന്നല്ലോ പരിശോധിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ അതിൽ പരാജയപ്പെട്ടിരിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? പലരുടെയും പ്രാർത്ഥന മാറി നിന്ന് ശ്രദ്ധിച്ചാൽ ശരിക്കും ദൈവത്തെ വഴക്ക് പറയുകയാണ്. പരാതി കെട്ടഴിച്ചിട്ട് കുടഞ്ഞിട്ട് ദൈവത്തോട് അവരങ്ങ് വല്ലാതെ വഴക്ക് പറയുകയാണ്. ചിലരുടെ പ്രാർത്ഥന ദൈവത്തോടുള്ള ഭീഷണി പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ദൈവമക്കളെ, എന്തിനാ ഇങ്ങനെ ദൈവം മുമ്പിൽ സംഘർഷം സൃഷ്ടിക്കുന്നത്? തന്ന കൃപകൾക്ക് നന്ദി പറഞ്ഞാൽ ഈ ആയുസ് മതിയാകില്ലല്ലോ. ആമേൻ. ദൈവത്തെ അറിയുക. ദൈവത്തെ അറിയുന്നതാണ് പരിജ്ഞാനം. 2 അറിവുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമ്മേളിച്ചാൽ ആ മനുഷ്യൻ പരിജ്ഞാനമുള്ളവനായി. 1, ദൈവത്തെ അറിയുക, അറിയേണ്ടതുപോലെ അറിയുക. 2, സ്വയത്തെ അറിയുക, ഞാൻ ആരെന്നറിയുക. അതാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അതിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ നമ്മൾ ഇന്നലെ ചിന്തിച്ചുള്ളൂ. ഞാൻ ആരാണ് എന്ന് വേദപുസ്തകത്തോട് ചോദിക്കണം, അപ്പോഴാണ് പരിജ്ഞാനം കിട്ടുക. അപ്പോൾ വേദപുസ്തകം പറയും, നീ നിസ്സാരപ്പെട്ട സാധനമൊന്നുമല്ല, നീ
സാക്ഷാൽ ദൈവം തമ്പുരാന്റെ സന്തതിയാണ്. ദൈവ പൈതൽ എന്നാണ് നിന്റെ പേര്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം തുടങ്ങുന്നു, കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകുന്നു. എങ്കിൽ ദൈവ സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകണം, ദൈവത്തിന്റെ അവകാശവും നിങ്ങൾക്കുള്ളത് തന്നെ. ദൈവമക്കളെ, വീണ്ടും വചനത്തോട് ചോദിക്കുക, ഞാൻ ആരാണ്? അപ്പോൾ വേദപുസ്തകം പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നീ നിസ്സാരപ്പെട്ട സാധനമൊന്നുമല്ല. നീ അത്യുന്നതനായ ദൈവം തമ്പുരാൻ, അണ്ടകാലങ്ങളുടെ ഉടമസ്ഥനായ ദൈവം തമ്പുരാൻ, ഭൂലോകങ്ങൾക്ക് അധിപതിയായ പരമപരിശുദ്ധൻ, രാജാതിരാജനും ചക്രവർത്തിമാരുടെ ചക്രവർത്തിയുമായവൻ പള്ളി കൊള്ളുന്ന ലോകൈക രാജാവിന്റെ രാജകൊട്ടാരമാണ്. നീ ദൈവാലയമാണ്. വീണ്ടും ചോദിക്കുക വിശുദ്ധ ഗ്രന്ഥത്തോട്, ഞാൻ ആരാണ്? അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം പറയൂ, നീ സ്വർഗീയ മണവാളന്റെ പട്ടമഹിഷിയാണ്. നിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്, മുദ്രമോതിരവും തന്നതാണ്, മണവറയൊരുക്കിയിട്ട് മടങ്ങി വരാമെന്ന് വാഗ്ദത്തം ചെയ്ത് പരിശുദ്ധനായ മണവാളൻ മഹോന്നതങ്ങളിലേക്ക് കരേറിപ്പോയതാണ്. അവൻ പോയതുപോലെ വീണ്ടും വരും നിന്നെ തന്റെ മഹത്വത്തിൽ ചേർക്കാൻ. ഹല്ലേലൂയ. നീ നിസ്സാരപ്പെട്ട വ്യക്തിയല്ല, നീ ഒരുപാട് വിലയുള്ള ആളാണ്. ഈ അർത്ഥതലങ്ങളിലൊക്കെ സ്വയം അറിയുമ്പോഴാണ് ഒരു വ്യക്തി പരിജ്ഞാനപ്പെടുന്നത്. ദൈവമക്കളെ, ദൈവത്തെ അറിയുക, സ്വയം അറിയുക. ഈ അറിവ് ഒരാളിൽ സമ്മേളിച്ചാൽ നിശ്ചയം അവർ പരിജ്ഞാനമുള്ളവരാണ്. അവരുടെ ഉള്ളിൽ ക്രിസ്തു വരുമ്പോഴാണ് ഈ പരിജ്ഞാനം അവരിൽ ഉണ്ടാവുക. ഇന്ന് ഈ പരിജ്ഞാനം പ്രാപിക്കാൻ ആർക്കെങ്കിലും സാധ്യമായിട്ടില്ലെങ്കിൽ നിശ്ചയം നീയാകുന്ന ദൈവാലയത്തിൽ യേശു എഴുന്നള്ളി വന്നിട്ടില്ല കുഞ്ഞ്. ഇപ്പോൾ കർത്താവിന്റെ ഉള്ളിൽ താമസിക്കുന്നില്ല. അതുകൊണ്ട് ഈ രാത്രി നീ തമ്പുരാനെ വിളിക്കണം, തമ്പുരാനെ കരഞ്ഞു വിളിക്കണം. നാഥ, എഴുന്നള്ളി എൻ്റെ ഉള്ളിൽ പാർക്കണമേ. ആമേൻ. എൻ്റെ ഉള്ളിൽ ആനന്ദവും സന്തോഷവും ആശ്വാസവും നിറയ്ക്കണമേ. എൻ്റെ ഉള്ളിൽ പരിജ്ഞാനം പകരണമേ. നിന്നെ അറിയാനുള്ള ത്രാണി എനിക്ക് തരണമേ. ഞാൻ ആരെന്നും എന്തെന്നും അറിയാനുള്ള ത്രാണി എനിക്ക് തരണമേ. ഹല്ലേലൂയ. അങ്ങനെയാണ് നാം ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, മൂന്നാമത് കർത്താവ് ദൈവാലയം സന്ദർശിച്ച ഒരു രംഗം അത് ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 5-ാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിൽ. അന്ന് കർത്താവ് ദൈവാലയത്തിൽ പോയത് ഇതുപോലെ ഒരു പെരുന്നാൾ ദിവസമാണ്. ഏത് പെരുന്നാളിന് പോയി എന്നവിടെ എഴുതിയിട്ടില്ല. ഏതെങ്കിലും പെരുന്നാളിനാകട്ടെ, ഒരു പെരുന്നാളിനാണ് അവൻ ദൈവാലയത്തിൽ ചെന്നത്. അന്ന് കർത്താവ് ദൈവാലയ മതിൽക്കെട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചത് ആട്ടുവാതിലിൽ കൂടെയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ദൈവാലയത്തിന് ചുറ്റുമതിലിന് പല വാതിലുകളുണ്ട് പ്രിയപ്പെട്ടവരെ. യെരുശലേം പട്ടണത്തിന് പല വാതിലുകളുണ്ട്. അതിലൊരു വാതിലിന്റെ പേരാണ് ആട്ടുവാതിൽ. ദൈവാലയ കോമ്പൗണ്ടിനകത്തേക്ക് യാഗാർപ്പണത്തിനുള്ള ആടുകളെ കൊണ്ടുവരാനും വേണ്ടി വന്നാൽ പുറത്തേക്ക് കൊണ്ടുപോകാനും ഉപയോഗിച്ചിരുന്ന വാതിലായതുകൊണ്ടാണ് ആ വാതിലിന് ആട്ടുവാതിൽ എന്ന് പേര് വന്നത്. ആ വാതിലിലൂടെ അന്ന് കർത്താവ് അകത്ത് പ്രവേശിച്ചത് എന്തുകൊണ്ടായിരിക്കാം? ഒരിക്കൽ ഞാൻ കർത്താവിനോട് ചോദിച്ചു, തമ്പുരാനെ, അന്ന് എന്തിനാണ് ആ വാതിലിലൂടെ കയറി വന്നത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, കുഞ്ഞ്, മാനവകുലം മുഴുവന്റെയും പാപപരിഹാരത്തിനായി ശാശ്വത യാഗമായി അർപ്പിക്കപ്പെടേണ്ട ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഞാൻ. ആട്ടുവാതിലിലൂടെ അകത്ത് പ്രവേശിച്ചതിലൂടെ യാഗാർപ്പണത്തിന് സമയമെടുത്തിരിക്കുന്നുവെന്ന് ഞാൻ വിളംബരം ചെയ്തതാണ് കണ്ടത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഓരോ ചുവടിനും ഓരോ അർത്ഥവ്യാഖ്യാനങ്ങളുണ്ട്. കർത്താവ് നടന്നതൊന്നും വെറുതെയല്ല. ഒരു ചുവടും അവൻ വെറുതെ വെച്ചിട്ടില്ല. അന്ന് ആട്ടുവാതിലിലൂടെ അകത്ത് പ്രവേശിച്ചു. നിൽക്കട്ടെ, അകത്ത് വന്നപ്പോൾ അവിടെ ഒരു കുളമുണ്ടെന്ന്, മണ്ഡപം കെട്ടിയിട്ടുള്ള കുളം. 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു ആ കുളത്തിന്. ആ കുളത്തിന്റെ പേര് ബഥേസ്ത എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഥേസ്ത എന്ന വാക്കിന്റെ അർത്ഥം കരുണയുടെ വീട് എന്നാണ്. ബൈത്തോദ് ദസ്തോ എന്ന് സുറിയാനിൽ എഴുതും. ബൈത്തോദ് ദസ്തോ, കരുണയുടെ വീട്. അതിന്റെ ചുരുക്കപ്പേരാണ് ബഥേസ്ത. ദൈവമക്കളെ, ഈ ബഥേസ്ത കുളക്കരയിലേക്കാണ് കർത്താവ് വന്നത്. ആ കുളത്തിലൊരു പ്രത്യേകതയുള്ളതും കുളത്തിലെ പ്രതിഭാസവും ഒക്കെ നിങ്ങൾക്കറിയാം. ഞാൻ വീണ്ടും അത് പറഞ്ഞ് നിങ്ങളെ വിരസതയിലാക്കുന്നില്ല. ദൈവമക്കളെ, ആ കുളത്തിൽ ഉണ്ടായിരുന്ന പ്രതിഭാസം ഇതാണ്. ആ കുളത്തിൽ അതത് സമയത്തൊരു ദൂതനിറങ്ങി വെള്ളം കലക്കും. എന്നാരംഭിച്ചുവെന്നോ എന്ന് വരെ നിലനിന്നുവെന്നോ ആർക്കും അറിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ആരോ, അവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവൻ സുഖപ്പെടും. അക്കാരണം കൊണ്ടാണ് അവിടെ ആൾത്തിരക്ക്. ധാരാളം ആളുകൾ, ആയിരങ്ങളെ തമ്പടിച്ചിട്ടുണ്ട്. അവരുടെ മധ്യത്തിലേക്കാണ് കർത്താവ് നടന്നു കയറിയത്. ദൈവമക്കളെ, സൗഖ്യദായകനായ തമ്പുരാൻ ഇതാ കുളക്കരയിൽ നിൽക്കുന്നു.
അവിടെ 38 ആണ്ട് രോഗം പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്നാണ് വായിക്കുന്നത്. അയാളൊരു കിടപ്പ് രോഗിയായിരുന്നു. നമുക്കറിയാം, നടപ്പ് രോഗികളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, ചക്രക്കസരയിൽ തിരിയുന്ന രോഗികളുണ്ട്, പ്രിയപ്പെട്ടവരെ മിണ്ടാത്ത രോഗികളുണ്ട്, കാണാത്ത രോഗികളുണ്ട്, അങ്ങനെ ഒരുപാട് രോഗികളുണ്ട്. ഇതൊരു കിടപ്പ് രോഗിയായിരുന്നു. അയാളുടെ രോഗം എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. എന്തായാലും അയാൾ മുഴുവനും തളർന്ന ഒരാളായിരുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം പലവട്ടം അയാൾ സ്വയമേവ കുളത്തിൽ ഇറങ്ങിയതായി അയാൾ തന്നെ പറയുന്നുണ്ട്. തന്നെ ചെല്ലുമ്പോ എനിക്ക് മുമ്പ് മറ്റൊരുത്തിന് ഇറങ്ങും, എന്റെ ചാൻസ് നഷ്ടപ്പെടുമെന്ന് അയാൾ പറയുന്നുണ്ട്. ഈ മനുഷ്യനോട് കർത്താവ് അടുത്ത് ചെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മകനെ, നിനക്ക് സുഖപ്പെടാൻ മനസ്സുണ്ടോ? ആ ചോദ്യത്തിനകത്ത് ഒരുപാട് അർത്ഥങ്ങളും മാനങ്ങളും ഉണ്ട് പ്രിയപ്പെട്ടവര്. സൗഖ്യം എന്ന് പറയുന്നത് എന്താണ് എന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. ശരീരത്തിന്റെ രോഗം മാറുന്നതാണ് സൗഖ്യമെന്ന് പലരും തെറ്റായി ധരിച്ചിരിക്കുന്നു. ക്യാൻസർ മാറിയാൽ ഒരാൾ സുഖപ്പെട്ടുവോ? ആസ്മ മാറിയാൽ ഒരാൾ സുഖപ്പെട്ടുവോ? ഹാർട്ട് ഡിസീസ് മാറിയാൽ ഒരാൾ സുഖപ്പെട്ടുവോ? കാലിന്റെ വളവ് നിവർന്നാൽ ഒരാൾ സുഖപ്പെട്ടുവോ? കൈയുടെ വിരലിന്റെ വൈകല്യം മാറിയാൽ ഒരാൾ സുഖപ്പെട്ടുവോ? കണ്ണ് കാണിച്ചു കിട്ടിയാൽ ഒരാൾ സുഖപ്പെട്ടുവോ? സുഖപ്പെട്ടു എന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. സൗഖ്യം എന്ന് പറയുന്നത് കേവലം ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളല്ല. സൗഖ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യനിൽ അടിസ്ഥാനപരമായി സംഭവിക്കുന്ന വലിയ സമാധാനമാണ്, ആശ്വാസമാണ് പ്രിയപ്പെട്ടവര്. മനുഷ്യൻ, ഇന്നലെ പറഞ്ഞല്ലോ, മനുഷ്യൻ തൃത്വ സ്വരൂപിയാണ്. സൗഖ്യം പൂർണ്ണമാകണമെങ്കിൽ ദേഹത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യമുണ്ടാകണം. ശരീരത്തിന് സൗഖ്യം കിട്ടിയ പലർക്കും മനസ്സിന് സൗഖ്യം കിട്ടിയിട്ടില്ല. മനസ്സിന് സൗഖ്യം കിട്ടിയ ചിലർക്കെങ്കിലും ശരീരത്തിന് സൗഖ്യം കിട്ടിയിട്ടില്ല. ഇതിൽ ആരാണ് കൂടുതൽ ഭാഗ്യവാനെന്ന് ചോദിച്ചാൽ അച്ഛൻ പറയും, മനസ്സിന് സൗഖ്യം കിട്ടിയ ആളാണ്. ശരീരത്തിന് സൗഖ്യം കിട്ടിയില്ലെങ്കിലും തരക്കേടില്ല. ഈ ശരീരം നശ്വരമാണ്. ഒരിക്കൽ ഈ ഭൂമിയിൽ ഈ ശരീരത്തിൽ നാം പിരിയേണ്ടവരാണ്. ഈ നശ്വരമായ ശരീരത്തിന് സൗഖ്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മനസ്സിന് സൗഖ്യം കിട്ടിയവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ആത്മാവിന് സൗഖ്യം കിട്ടിയവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇന്ന് പക്ഷെ പ്രശ്നം എന്താണ്? മനസ്സിന് സൗഖ്യം വേണ്ട, ആത്മാവിനും സൗഖ്യം വേണ്ട, ശരീരത്തിന് സൗഖ്യം വേണം. അതിനു വേണ്ടിയുള്ള ഓട്ടമാണ്, നെട്ടോട്ടമാണ് ആളുകൾ. എവിടെയെങ്കിലും രോഗശാന്തി ശുശ്രൂഷയുണ്ടെന്ന് കേട്ടാൽ അവിടേക്ക് പിന്നെ ആളുകൾ അങ്ങ് തള്ളി കയറുകയാണ്. ഇടക്കാലത്ത് കൺവെൻഷൻ യോഗങ്ങളിലെ ഒരു പ്രധാന വിപണന തന്ത്രമായിരുന്നു അത്. ആ വാക്കവിടെ പ്രയോഗിച്ചത് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല. ഒരു പ്രധാന വിപണന തന്ത്രമായിരുന്നു അത്. എന്തായിരുന്നു? രോഗശാന്തി ശുശ്രൂഷ. ആളുകൾ അങ്ങ് ഊത്ത കയറും പോലെ, പുതുമഴയ്ക്ക് ഊത്ത കയറും പോലെ ചെന്ന് കയറുകയാ. ആളുകൾ ഇപ്പോഴെല്ലാം കിട്ടുമെന്ന് വിചാരിച്ചു. ഈ സൗഖ്യം കിട്ടിയില്ലെങ്കിൽ എന്താ കേട്? ഈ സൗഖ്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരു ദിവസം മരിക്കും, അത് ഉറപ്പാ. ആ മരണ ദിവസം ദൈവത്തിന്റെ നിശ്ചയമാ. അതിന് മുമ്പ് ആരും മരിക്കില്ല, അതിന്റെ പിറ്റേ ദിവസം ആരും ജീവിക്കുകയില്ല. സൗഖ്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മരണ ദിവസം മരിക്കണം, അത് ദൈവനിശ്ചയമാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ജഡത്തിന്റെ സൗഖ്യം ഒരു പ്രശ്നമേ അല്ല. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ, ഞങ്ങൾ തമ്മിൽ 3-4 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ, എൻ്റെ കസിനാണ്. കഴിഞ്ഞ രാത്രി അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. പെട്ടെന്ന് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. അദ്ദേഹം കുഴഞ്ഞു വീണു. അദ്ദേഹത്തെ വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. കാർഡിയാക് അറസ്റ്റ് എന്ന് ഡോക്ടർമാർ വിധി എഴുതി. രാവിലെ വരെ അവർ തീവ്രപരിചരണം കൊടുത്തു. അതിരാവിലെ മരണം സ്ഥിരീകരിച്ചു. കോവിഡ് ടെസ്റ്റ് നെഗറ്റീവാണ്. ഇപ്പോൾ വൈകിട്ട് 8 മണിക്ക് ബോഡി വീട്ടിൽ കൊണ്ടുവരും. ദൈവമക്കളെ, നാളെ രാവിലെയാണ് അദ്ദേഹത്തിന്റെ യാത്രയപ്പ്. ഞാനതിന് കാർമ്മികത്വം വഹിക്കേണ്ടയാളാണ്. ഞാനിപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. ദൈവമക്കളെ, ഒന്ന് തിരിച്ചറിയണം, ആ മനുഷ്യന് പറയത്തക്ക ഒരു രോഗവും ഉണ്ടായിരുന്നില്ല. ഒരു രോഗവും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ നാളുകളായി ക്യാൻസറിന് ചികിത്സിക്കപ്പെടുന്ന ഒരു സ്ത്രീയാണ്. അവരിപ്പോഴും ശരീരത്തിൽ ബാക്കിയുണ്ട്. ഒരു മരുന്ന് പോലും ഇന്ന് വരെ കഴിച്ചിട്ടില്ലാത്ത എൻ്റെ സഹോദരൻ ഇതാ ഇന്നലെ രാത്രി ഒന്നും പറയാതെ പടിയിറങ്ങിപ്പോയി. സമയമായി, പോകേണ്ട സമയമാകുമ്പോൾ, കാരണം ഉണ്ടായാലും ഇല്ലെങ്കിലും പോകണം. പോകേണ്ട സമയമാകുമ്പോൾ പോകണം, സമയമാകാതെ പോകേണ്ടി വരില്ല. അതുകൊണ്ട് ആരും ഒട്ടും വിഷമിക്കാൻ വേണ്ട, ഒട്ടും ധൈര്യപ്പെടുകയും വേണ്ട. ആമേൻ. സമയമാകുമ്പോൾ പോകണം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ ആളുകളുടെ മുഖഭാവം എന്താണെന്നറിയാൻ ഒരു രക്ഷയുമില്ല. ആമേൻ. എല്ലാവരും ഇങ്ങനെ ഇരുന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തുദ്ദേശത്തിലാണ് നോക്കുന്നതെന്നറിയാൻ ഒരു പ്രതീക്ഷയില്ല. കഴിഞ്ഞ കൊല്ലമൊക്കെ ജോൺസൺ അച്ഛനെ കാണാൻ എന്ത് രസമായിരുന്നു, എന്ത് സുന്ദരനായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ കൊല്ലം അച്ഛൻ്റെ പള്ളിയിൽ, കാളിയാർ പള്ളിയിൽ പോയി കൺവെൻഷന് പ്രസംഗിച്ചു. അന്നും അച്ഛനാണ് കൊയർ ലീഡ് ചെയ്തത്.
അച്ഛന്മാരും ഉപദേശിമാരെല്ലാം കൂടി നിന്ന് പാടിയ കൂട്ടത്തിൽ അവരുടെ ഇടയിലിരുന്ന് ഞാൻ ആനന്ദിച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ അച്ഛൻ എന്നെ ഒരുപാട് കരുതുന്നുണ്ട് കേട്ടോ. മിനിഞ്ഞാന്ന് എന്നെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, അച്ഛാ ഇപ്പോഴും പഴയതുപോലെയാണോ ഭക്ഷണം കഴിക്കുന്നത് എന്ന്. ഞാൻ ഈ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണമൊന്നും കഴിക്കുകയല്ലാത്ത ഒരു പ്രത്യേക ജീവിയാണ്, ചപ്പും ചവറുമൊക്കെയാണ് തിന്നുന്നത്. എന്നിട്ട് ഞാൻ മെഴുത്തായി ഇരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. ദൈവമക്കളെ, അപ്പോൾ ഈ അച്ഛനോട് ഞാൻ പറഞ്ഞു, ഇപ്പോഴും ആ ചപ്പും ചവറുമൊക്കെ തന്നെയാണ് തിന്നുന്നത് എന്ന്. അച്ഛൻ എൻ്റെ ഭക്ഷണം എൻ്റെ പഥ്യത്തിനനുസരിച്ച് കൃത്യമായി ക്രമീകരിച്ച് ഇന്നലെ തന്നു. ഞാൻ ഇന്നലെ തിരുമേനിയുടെ കൊച്ചമ്മയോട് പ്രത്യേകം നന്ദി പറഞ്ഞു. ഇന്ന് അഡ്വാൻസ് നന്ദി പറയുന്നു. കാരണം പിന്നെ നന്ദി പറഞ്ഞാൽ നിൽക്കാൻ നേരം കിട്ടത്തില്ല. കാരണം മരണ വീട്ടിലൊന്ന് പോകണമെന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഈ ശരീരത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി എന്തിന് നമ്മൾ ഈ നെട്ടോട്ടം മുഴുവൻ ഓടണം? ഇന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഈ ലോകം മുഴുവനിലും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ വ്യവസായം എന്താണെന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റൽ വ്യവസായമാണ്, അറവുശാലകളാണ്. ഒരസുഖം വന്ന ഒരാൾ ആശുപത്രി കയറിയാൽ ആവശ്യമുള്ള പരിശോധന, ആവശ്യമില്ലാത്ത, ഇന്നലെ ഒരു പരിശോധനയുടെ കാര്യം ഞാൻ പറഞ്ഞു, എല്ലാ പരിശോധനകളും ആ ആശുപത്രിയിൽ എന്തൊക്കെ മെഷീനുണ്ടോ അതിലെല്ലാത്തിലും കയറ്റി ഇറക്കും. ഒരു രോഗമില്ലാതെ ചെന്നവൻ പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പാതി ചത്തിട്ടുണ്ടാവും, കുടുംബ സ്വത്തിൽ പാതി അവർ മേടിച്ചിട്ടുണ്ടാവും. ദൈവമക്കളെ, അറവുശാലകൾ. ഇങ്ങനെയാണ് നമ്മുടെ ചികിത്സാവിധി. എന്നാൽ യഥാർത്ഥ സൗഖ്യം ക്രിസ്തു ഉള്ളിൽ വരുമ്പോൾ കിട്ടുന്നതാണ്. ഹല്ലേലൂയാ. അവൻ എൻ്റെ ഉള്ളത്തിലാഗതനായാൽ ഞാൻ അനുഭവിക്കുന്ന ആനന്ദമാണ് സൗഖ്യം. ഇതിന്ന് അനുഭവിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? രോഗമുണ്ട്, ഭാരമുണ്ട്, പ്രയാസമുണ്ട്, സങ്കടമുണ്ട്, കഷ്ടതയുണ്ട്. ഇതില്ലാത്ത ജീവിതം ആർക്കാ ഉള്ളത്? നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ഈ ലോകത്ത് എല്ലാവരും ഇങ്ങനെ ആഗ്രഹിക്കുന്നു, ഒരു രോഗവും വരല്ലേ, ഒരു സങ്കടവും വരല്ലേ, ഒരു ദുഃഖവും വരല്ലേ, ഒരു വേദനയും ഉണ്ടാകല്ലേ, എനിക്ക് ഒരു പ്രയാസവും ഉണ്ടാകല്ലേ. അതാണ് പ്രാർത്ഥനയെങ്കിൽ അവരെത്ര വിഡ്ഢികളാണ് പ്രിയപ്പെട്ടവരെ. ഈ ലോകത്ത് അങ്ങനെ ആർക്കാണ് ഒരു അവസരം കിട്ടുക? ഈ ശരീരത്തിന് തീർച്ചയായിട്ടും വേദനകളില്ലാതിരിക്കാൻ പറ്റില്ല. ഒരിക്കലൊരു സഹോദരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വലിയ കരച്ചില, കരഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ കരയുക അല്ലെങ്കിൽ പറയുക. ഈ കരഞ്ഞുകൊണ്ട് പറയും ചില ആളുകൾ, അപ്പം നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, സഹോദരി ഒന്നുകിൽ കരയുക അല്ലെങ്കിൽ പറയുക. എന്നിട്ടും വലിയ പ്രയോജനമൊന്നും കിട്ടിയില്ല. കരഞ്ഞുകൊണ്ട് പറയുക, അച്ഛാ എനിക്ക് അടിമുടി വേദനയാണ്, ശരീരം മുഴുവൻ ഉരലിലിട്ടിടിച്ചതുപോലെ വേദനയാണ്, സഹിക്കാൻ മേലാത്ത വേദനയാണ്, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, ശരിക്കും എവിടെയാ വേദന? എൻ്റെ അച്ഛൻ അങ്ങനെ പറയാനില്ല, നെറുകന്തല മുതൽ ഉള്ളങ്കാല് വരെ വേദനയാ, സകല ജോയിന്റിലും വേദനയാ, രോമകൂപങ്ങൾ തോറും വേദനയാ, അച്ഛൻ പ്രാർത്ഥിക്കണം. എവിടെയാ കൂടുതൽ വേദന? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, അങ്ങനെ പറയാൻ ഒക്കില്ല അച്ഛൻ, മൊത്തം വേദനയാ. അപ്പം ഞാൻ ഈ സഹോദരിയെ നോക്കി ചിരിച്ചു. ഈ മാതിരി കരഞ്ഞും വിളിച്ചും എൻ്റെ മുമ്പിലിരുന്ന സഹോദരിയെ നോക്കി ഞാൻ ചിരിച്ചപ്പോൾ അവർക്ക് ഇതിൽ ഈർഷ്യത തോന്നിക്കാണും. ഇയാൾ എന്തൊരു ദുഷ്ടനാണെന്ന് മനസ്സിൽ ചിന്തിച്ചു കാണും. എന്നിട്ട് സഹോദരി നീരസത്തോടെ എന്നോട് ചോദിച്ചു, അച്ഛൻ എന്താ ചിരിക്കുന്നത്? ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അല്ല സഹോദരി, ഞാൻ സഹോദരിയുടെ രോഗത്തിൻ്റെ വിശേഷം കേട്ടപ്പോൾ ചിരിച്ചു പോയതാണ്. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ സഹോദരി, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ വേദന ഉണ്ടാവും. ഉറപ്പാ, നിങ്ങളോടും കൂടിയാണ് പറയുന്നത്. ജീവൻ ഉണ്ടെങ്കിൽ വേദന ഉണ്ടാവും, ഉറപ്പാ. ഒരാളുടെ ശരീരം തളർന്നു പോയാൽ പിന്നെ ആ ശരീരത്തിൽ മുട്ടുസൂചി കൊണ്ട് കുത്തിയാൽ അയാൾ വേദന അറിയില്ല, സെൻസേഷൻ നഷ്ടപ്പെട്ടു. ഇന്നലെ കുഷ്ഠരോഗിയുടെ കാര്യം പറഞ്ഞു, സെൻസേഷൻ നഷ്ടപ്പെട്ടു, പിന്നെ വേദനയില്ല. ദൈവമക്കളെ, വേദന ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആൾക്ക് ഇപ്പോഴും ജീവനുണ്ടെന്ന്, അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെന്ന്. വിരൽ തുമ്പിൽ വേദനയുണ്ടെങ്കിൽ അവിടെ ജീവനുണ്ട്. ഈ കൈമുട്ടിന് വേദന ഉണ്ടെങ്കിൽ അവിടെ ജീവനുണ്ട്. ഒരത്തിന് വേദന ഉണ്ടെങ്കിൽ അവിടെ ജീവനുണ്ട്. എനിക്ക് പറഞ്ഞ സ്ഥലത്തൊക്കെ വേദനയുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കാൽമുട്ടിൽ വേദന ഉണ്ടെങ്കിൽ അവിടെ ജീവനുണ്ട്. വേദനയില്ലേ? പോയി, ആ ഭാഗത്ത് ജീവനില്ല. അപ്പോൾ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, സഹോദരി എല്ലാ വേദനയും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണോ അതോ കുറച്ച് വേദന മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണോ? എല്ലാ വേദനയും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛാ. എല്ലാ വേദനയും മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ സഹോദരി മരിച്ചു പോകും, പിന്നെ ഒരു വേദന ഉണ്ടാവില്ല. അപ്പോൾ ആ സഹോദരിയോട് ഞാൻ പിന്നെയും ചോദിച്ചു, സഹോദരി ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം? കുറച്ച് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണോ അതോ മൊത്തം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണോ? സഹോദരി അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് എന്നെ രൂക്ഷമായിട്ടും നോക്കി, അച്ഛൻ്റെ പ്രാർത്ഥന വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇറങ്ങിപ്പോയി. ദൈവമക്കളെ, ഇങ്ങനെ ചിലരെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ആളുകൾക്ക് സൗഖ്യം എന്താണെന്ന് അറിയില്ല. ഹല്ലേലൂയ. ശരീരം രോഗഗ്രസ്തമായിരിക്കുമ്പോഴും വേദനകൾ ഉള്ളപ്പോഴും ലോകത്ത് ദുഃഖവും സങ്കടവും വ്യാകുലതകളും ആകുലതകളും ഒക്കെ ഉള്ളപ്പോഴും അതിൻ്റെ മധ്യത്തിൽ എൻ്റെ ഐശ്വര്യവും എൻ്റെ സന്തോഷവും എൻ്റെ സമാധാനവുമായ ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ എൻ്റെ സൗഖ്യമാണ്. ആമേൻ. അവനിൽ ഞാൻ അനുഭവിക്കുന്ന ആനന്ദമാണ് സൗഖ്യം.
അതാണ് ചോദ്യം. നിനക്ക് സൗഖ്യമാകാൻ അതുപോലും പൂരിപ്പിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മഹായിടവക മെത്രാപ്പോലീത്ത ആദ്യം പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടിന്ന് ഓർത്ത് ഒരു തകരാറും ഇല്ലെന്ന്. പക്ഷെ മിണ്ടുകയല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഭയങ്കര അനുസരണം കേട്ടോ നിങ്ങൾക്ക്. ഞാൻ മറ്റു സ്ഥലത്ത് നിന്ന് പറയാതിരിക്കാൻ നോക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരിച്ചറിയണം, സൗഖ്യം പ്രാപിക്കുക. യേശു ആലയത്തിൽ ചെന്നപ്പോൾ അവിടെ സൗഖ്യം സംഭവിച്ചു. ഞാനാകുന്ന ദൈവാലയത്തിൽ എൻ്റെ യേശു എഴുന്നള്ളി വന്നാൽ എൻ്റെ ഉള്ളത്തിൽ സൗഖ്യം സംഭവിക്കും. ഹല്ലേലൂയ, എൻ്റെ ഉള്ളത്തിൽ സൗഖ്യം സംഭവിക്കും. യഥാർത്ഥത്തിൽ ഞാൻ ശാന്തി അനുഭവിക്കും. ഈ ശാന്തി ഇന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാനാകുന്ന ദൈവാലയത്തിൽ ക്രിസ്തു ഉണ്ട്. ഈ സൗഖ്യം ഞാൻ അനുഭവിക്കുന്നില്ലെങ്കിൽ ഞാനാകുന്ന ദൈവാലയത്തിൽ ഇപ്പോൾ ക്രിസ്തു ഇല്ല. എന്താണ് നമ്മുടെ അവസ്ഥ? സ്വയത്തോടൊന്ന് ചോദിച്ചാട്ടെ. ക്രിസ്തു ദൈവാലയത്തിൽ പോയ 4-ാമത്തെ രംഗം, ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 7-ാം അധ്യായത്തിലെ 10-ാം വാക്യത്തിലാണ് എഴുതിയിട്ടുള്ളത്. കൂടാരപ്പെരുന്നാളിനായിരുന്നുവെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ദൈവമക്കളെ, യേശു കൂടാരപ്പെരുന്നാളിനാണ് ദൈവാലയത്തിൽ പോയത്. യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ വലിയ പെരുന്നാളുകളിൽ 2-ാമത്തെ പെരുന്നാളാണ് കൂടാരപ്പെരുന്നാൾ. ഈ കൂടാരപ്പെരുന്നാളിൻ്റെ പ്രത്യേകത, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് 40 ആണ്ട് മരുഭൂപ്രയാണം നടത്തിയ കാലത്ത് മരുഭൂമിയിൽ സർവശക്തനായ ദൈവം അവരോട് കൂടെ സഞ്ചരിച്ച് അവരെ വഴി നടത്തിയതിൻ്റെ ഓർമ്മ ദൈവസന്നിധിയിൽ അവർ പുതുക്കുകയും ആയതിന് ദൈവത്തോട് നന്ദിയും കൃതജ്ഞതയും സ്തോത്രവും അർപ്പിക്കുന്ന പെരുന്നാളാണ് അവരുടെ കൂടാരപ്പെരുന്നാൾ. ഈ കൂടാരപ്പെരുന്നാളിന് ഈ യാത്രയെ അനുസ്മരിച്ചുകൊണ്ട് 2 കാര്യങ്ങൾ അവർ ചെയ്യും. യെരുശലേം ദേവാലയത്തിൽ 2 കാര്യങ്ങളാണ് കൂടാരപ്പെരുന്നാളിന് നടക്കുന്നത്. ഒന്നാമത്തെ കാര്യം, സ്ത്രീകളുടെ പ്രാകാരം, വിമൻസ് കോർട്ട് എന്നാണ് ആ ഭാഗം അറിയപ്പെടുന്നത്. യെരുശലേം ദേവാലയത്തിലെ സ്ത്രീകളുടെ പ്രാകാരത്തിൽ വലിയ വിളക്കുകൾ കത്തിച്ചു വയ്ക്കും, വലിയ വെളിച്ചം പ്രകാശിപ്പിക്കും. വെളിച്ചത്തിൻ്റെ പെരുന്നാൾ എന്നാണ് കൂടാരപ്പെരുന്നാൾ അവർ വിവക്ഷിക്കുന്നത്. വലിയ ദീപം തെളിച്ചു വയ്ക്കും. എന്ന് വെച്ചാൽ ഒരിക്കലും തെളിക്കാത്തത്രയും വലിയ പ്രകാശമുള്ള വലിയ ദീപങ്ങളാണ് തെളിച്ചു വയ്ക്കുന്നത്. ആ ദീപപ്രഭയിൽ ആലയവും പരിസരവും മുഴുവൻ ഇങ്ങനെ വെട്ടിത്തിളങ്ങി മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കും. ഇത് പെരുന്നാൾ ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ 7 ദിവസവും കെടാവിളക്ക് പോലെ അവർ കത്തിച്ചുകൊണ്ടിരിക്കും. എന്തിനാണ് ഈ വിളക്ക് കത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു പ്രത്യേക ലക്ഷ്യമാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂപ്രയാണത്തിലായിരുന്നപ്പോൾ ഈ കൂരിരുട്ടിൽ പെട്ടുപോകാതെ രാത്രി അഗ്നിത്തൂണായി അവരുടെ മധ്യേ നിന്ന് ആളിക്കത്തി അവർക്ക് പ്രകാശവും ചൂടും പകർന്ന് അവരെ സംരക്ഷിച്ച് വഴി നടത്തിയവരുടെ പൂർവികരെ കനാനിൽ കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം പറയാൻ വേണ്ടി പ്രകാശമാകുന്ന ദൈവത്തെ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ സിംബോളിക്കായി അവർ ഈ ദീപം തെളിക്കുന്നതാണ്. അവിടെ വെളിച്ചം കത്തിക്കൊണ്ടേയിരിക്കും. കൂടാരപ്പെരുന്നാളിൽ അവർ നടത്തുന്ന 2-ാമത്തെ ഒരു പ്രത്യേക സംഗതിയുണ്ട്. അത് ജലധാര ഒഴുക്കലാണ്. ജലധാര ഒഴുക്കുക എന്ന് പറഞ്ഞാൽ യെരുശലേം ദേവാലയത്തിൻ്റെ താഴ്വരയിൽ ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ പേര് ശീലാഹാം എന്നാണ്. ശീലാഹാം കുളത്തിലേക്ക് പുരോഹിതന്മാർ ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുകയാണ്. മഹാപുരോഹിതൻ യാഗപീഠത്തിന് ചുവട്ടിൽ നിൽക്കും. തൊട്ടടുത്ത് സീനിയോറിറ്റിയുള്ള പുരോഹിതൻ അതിന് ചേർന്ന് നിൽക്കും. പിന്നെ അതിൻ്റെ മൂപ്പുമുറ അനുസരിച്ച് പ്രിയപ്പെട്ടവരെ ജൂനിയേഴ്സ് ഇങ്ങനെ ചേർന്ന് അങ്ങ് പോകുകയാണ്. ലൈനായിട്ട് അവർ ശീലാഹാം കുളം വരെ കയ്യെത്തും ദൂരത്ത് ഇങ്ങനെ നിൽക്കും. ഇവർക്ക് ഓപ്പോസിറ്റായിട്ട് അവിടെ നിന്ന് വേറൊരു റോ രൂപപ്പെടുകയാണ്. അതും പുരോഹിത വൃന്ദമാണ്. അവരിങ്ങനെ ദൈവാലയത്തിൻ്റെ ചുവട്ടിൽ വരെ വരും. ഇപ്പോൾ 2 ലൈൻ മുഖത്തോട് മുഖം നിൽക്കുകയാണ്. പുരോഹിതന്മാരുടെ 2 ഗ്രൂപ്പ് വലിയ ശൃംഖല തീർത്തിരിക്കുകയാണ്. ശിലാഹാമിൽ കുളത്തിൽ ഇറങ്ങി നിൽക്കുന്ന പുരോഹിതൻ ഒരു കുടം വെള്ളം കോരി തൊട്ടടുത്ത് നിൽക്കുന്ന പുരോഹിതന്റെ കയ്യിൽ കൊടുക്കും. അദ്ദേഹം അത് വാങ്ങി അടുത്ത പുരോഹിതന്റെ കയ്യിലേക്ക് കൊടുക്കും. ഈ ആളുകൾ ആരും സഞ്ചരിക്കുന്നില്ല, പക്ഷെ കുടം സഞ്ചരിക്കുകയാണ്. കൈമാറി കുടം അങ്ങ് പോവുകയാണ്. അപ്പോൾ തന്നെ അടുത്ത കുടം നിറച്ചു കൊടുക്കും, അതും കൈമാറുകയാണ്. പുറകെ കുടങ്ങൾ ഇങ്ങനെ ഓടുകയാണ്. പ്രിയപ്പെട്ടവരെ, യാഗപീഠത്തിന് ചുവട്ടിൽ കുടം എത്തുമ്പോൾ അവിടെ നിൽക്കുന്ന മഹാപുരോഹിതൻ അത് വാങ്ങി യാഗപീഠത്തിന്റെ ചുവട്ടിലേക്ക് ഒഴിക്കും. ആ വെള്ളം ദൈവാലയത്തിനകത്തുകൂടെ ഒഴുകി പുറത്തേക്ക് വമിക്കും. തൊട്ടടുത്ത കുടമുടനെ, പിന്നെ അടുത്ത കുടമുടനെ ഒഴിക്കുന്നത് കൊണ്ട് ജലധാര മുറിയാതെ ഇങ്ങനെ ഒഴുകുകയാണ്. കാലിക്കുടം അപ്പുറത്ത് നിൽക്കുന്ന പുരോഹിതന്റെ കയ്യിൽ കൊടുക്കും. കാലിക്കുടം തിരിച്ച് അങ്ങോട്ട് സഞ്ചരിക്കും. ദൈവമക്കളെ, ഇങ്ങനെ കുടങ്ങൾ ഓടിക്കൊണ്ടിരിക്കും. ജലധാര ദൈവാലയത്തിനകത്തുകൂടെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇതവർ ഒരു പ്രത്യേക അനുഷ്ഠാനമായി ചെയ്യാൻ കാരണമുണ്ട്. അവർ മരുഭൂപ്രയാണത്തിലായിരുന്നപ്പോൾ ദാഹിച്ചു വരണ്ട് വെള്ളം കിട്ടാതെ ഇരുന്ന സമയത്ത്
അവർ നിലവിളിച്ചപ്പോൾ മരുഭൂമിയിൽ തീക്കൽപ്പാറയുടെ മാറ് പിളർന്ന് തണുത്ത ജലം ആവോളം അവർക്ക് കുടിക്കാൻ കൊടുത്ത ദൈവത്തെ ആരാധിപ്പാൻ അവർ ഒഴുക്കുന്നതാണ് ഈ ജലധാര. അത് 7 ദിവസവും അവർ ഒഴുക്കിക്കൊണ്ടിരിക്കും. ദൈവമക്കളെ, ഒരു ഗ്രൂപ്പ് പുരോഹിതന്മാർ മടുക്കുമ്പോൾ മറ്റൊരു ഗ്രൂപ്പ് പുരോഹിതന്മാർ ആ ശുശ്രൂഷ ഏറ്റെടുക്കും. ഈ ജലധാര കണ്ടുകൊണ്ട് യേശു അന്ന് ഈ യെരുശലേം ദേവാലയത്തിൽ നിന്ന് പെസഹ പെരുന്നാളിന് ഒരു പ്രസംഗം പറഞ്ഞു. 37, 38 തിരുവചനങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ തമ്പുരാൻ പറഞ്ഞത് ഈ ഒഴുക്കുന്ന ജലധാരയല്ല ശരിയായ ജലധാര. അന്ന് മരുഭൂമിയിൽ പിളർന്ന പാറ ഞാനായിരുന്നു, കാൽവരിയിൽ പിളർക്കപ്പെടേണ്ട പാറ ഞാനാകുന്നു. എൻ്റെ തിരുവിലാവിൽ നിന്നാണ് നിങ്ങൾക്ക് ദാഹജലം ഒഴുകുന്നത്. എന്നിൽ വിശ്വസിക്കുക, നിങ്ങൾ ജീവജലത്തിന്റെ നദി ഒഴുക്കുന്നവരായി തീരും. ഹല്ലേലൂയ. യേശു ആകുന്ന കർത്താവ് ഞാനാകുന്ന ദൈവാലയത്തിൽ വന്നാൽ അവൻ എന്നിൽ നദിയായി നിറയും, എന്നിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ആമേൻ. അത് ജലധാരയുടെ പെരുന്നാളിന്റെ ദിവസം കർത്താവ് നിന്ന് താനാണ് ജീവജല നദി എന്ന് പ്രസംഗിച്ചിരിക്കുന്നു. അവൻ നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ നമ്മിൽ നിന്ന് ജീവജലത്തിന്റെ നദി ഒഴുകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിൽ നിന്ന് ഒഴുകുന്ന വാക്കുകളെല്ലാം ജീവജലത്തിന്റെ നദി പോലെ മറ്റുള്ളവരിലേക്ക് ദാഹജലമായി പ്രവഹിക്കും. ആശ്വാസമായി, സമാധാനമായി, ഊർജമായി, ശക്തിയായി, ബലമായി, അഭിഷേകമായി അനേകരിലേക്ക് നിറയും. അത് നിറയുന്നില്ലെങ്കിൽ നമ്മിൽ ക്രിസ്തുവില്ല, ജീവജല നദി നമ്മിൽ നിറഞ്ഞിട്ടില്ല, അത് നമ്മിൽ നിന്നൊഴുകുന്നുമില്ല. ഇതേ ഉത്സവത്തിന് യെരുശലേമിൽ ചെന്ന യേശു പെസഹ കൂടാര പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോകാതെ ദൈവാലയത്തിൽ നിന്ന് വീണ്ടും പ്രസംഗിക്കുന്നുണ്ട് 8-ാം അധ്യായത്തിൽ. പ്രിയപ്പെട്ടവരെ, 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ തിരുവചനത്തിൽ യേശു ദൈവാലയത്തിൽ നിന്ന് അതേ കൂടാര പെരുന്നാളിൽ അവിടെ സംഭവിച്ച മറ്റൊരു സംഗതിയോട് ചേർത്ത് വെച്ച് പറഞ്ഞു. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വിമൻസ് കോർട്ടിൽ നിങ്ങൾ തെളിച്ചിരിക്കുന്ന ഈ ദീപമല്ല, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. ഞാനാണെന്ന് മരുഭൂമിയിൽ നിങ്ങളുടെ പൂർവികർക്ക് വെളിച്ചവും ചൂടും പകർന്നത്. ഞാനാണ് ലോകത്തെ പ്രകാശിപ്പിക്കുന്ന പ്രകാശം. ഞാനാണ് ഇന്നലകളിലെ പ്രകാശം, ഇന്നിന്റെ പ്രകാശം, നാളെയുടെ പ്രകാശം. ഞാനാണ് സ്വർഗരാജ്യത്തിലേക്ക് വഴി കാണിക്കുന്ന പ്രകാശം. ഞാനാണ് നിങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന പ്രകാശം. ഞാനാണ് നിങ്ങളിൽ ഊർജം പകരുന്ന, ജീവൻ പകരുന്ന പ്രകാശം. ഹല്ലേലൂയ. അവൻ നമ്മുടെ ഉള്ളത്തിൽ വന്നാൽ നമ്മളിൽ നിന്ന് പ്രകാശം വമിക്കും. നാം പ്രകാശിതരാകും. പ്രകാശം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാകും. നാം ആകുന്ന ദൈവാലയത്തിൽ ക്രിസ്തു ഉണ്ടോ? ഉണ്ടെങ്കിൽ നാം പ്രകാശത്തിൽ നിറഞ്ഞവരും പ്രകാശം പരത്തുന്നവരുമായിരിക്കും. നമ്മിൽ പ്രകാശമുണ്ടോ പ്രിയപ്പെട്ടവരെ? പ്രകാശമുണ്ടോ? നമ്മിൽ ചിലരെ കണ്ടാൽ പിന്നെ ഓടിപ്പോയി കുളിക്കണമെന്നൊക്കെ തോന്നും. അതുപോലത്തെ ഭാവമാണ് നമുക്ക്. പ്രകാശമുണ്ടോ നമുക്ക്? ചില ആളുകളെ കണ്ടാലുണ്ടല്ലോ, കണ്ടിട്ടും നമുക്ക് മതി വരില്ല. കാണാൻ അഴകുള്ളതൊന്നുമല്ല, അവരുടെ ഭാവം അത്ര പ്രകാശിതമായിരിക്കും. ഹല്ലേലൂയ. ചിലരുടെ മുഖത്ത് നോക്കിയിരുന്നാൽ നമ്മൾ അറിയാത്ത ഒരു വെളിച്ചം നമ്മിൽ വന്ന് കയറും. വെറുതെ കണ്ടുകൊണ്ടിരുന്നാൽ മതി. നമ്മൾ അറിയാത്ത ഒരു പ്രകാശം അവർ നമ്മിലേക്ക് വമിപ്പിക്കും. എന്തേ കാര്യം? അവരുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. പ്രകാശം പരത്തുന്ന ക്രിസ്തു. ഹല്ലേലൂയ. വേറെ ചില മനുഷ്യരുണ്ട്, അവർ പലപ്പോഴും വലിയ പൊസിഷനൊക്കെ കൈയാളെന്ന് പറയും. അവർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു വിഷമമാണ്. ഈ മനുഷ്യനെ കാണണ്ടായിരുന്നു എന്ന് തോന്നും. ചിലരെ കണ്ടിട്ട് പറയും ഇന്നത്തെ ദിവസം പോയെന്ന് പറയും. ചുമ്മാ പറയുന്നതൊന്നുമല്ല, സത്യമാണ്. നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ടെങ്കിലും പറ, നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് സങ്കടമാണോ വന്നിട്ടുള്ളത്, സന്തോഷമാണോ വന്നിട്ടുള്ളത്? ചിലപ്പോഴൊക്കെ നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തിനാ നീ ജനിച്ചതെന്നൊക്കെ ചോദിക്കണമെന്ന് തോന്നിയിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രിസ്തുവില്ല പ്രിയപ്പെട്ടവരെ. ആമേൻ. ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ നാം പ്രകാശിക്കുന്നവരും പ്രകാശം പരത്തുന്നവരുമായി തീരും. ആമേൻ. നീയാകുന്ന ദൈവാലയത്തിൽ ഇപ്പോൾ ക്രിസ്തു ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, 5-ാമത് കർത്താവ് ദൈവാലയത്തിൽ പോയതായി പറയുന്നത് ഒരുപാടുണ്ട്. ഞാനത് ബ്രീഫ് ചെയ്യുകയാണ്. കർത്താവ് പോയതായി പറയുന്നത് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന നാളുകളിലാണ്. കർത്താവ് ഹോസന്ന പെരുന്നാളായി ജൈത്രയാത്ര നടത്തി യെരുശലേം പട്ടണത്തിൽ പ്രവേശിച്ച രംഗം നമുക്ക് ഓർമ്മയുണ്ട്. ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 23-ാം അധ്യായത്തിലെത്തുമ്പോൾ ഈ ജൈത്രയാത്ര ആലയത്തിൽ ചെന്ന ശേഷം കർത്താവ് അവിടെ ഉണ്ടായിരുന്ന ശാസ്ത്രി പരീശന്മാരോട് വളരെ നിശിതമായി
കർക്കശമായി അവരെ വിമർശിച്ച് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. 23-ാം അധ്യായത്തിൻ്റെ 13, 14, 15 വാക്യങ്ങൾ ഇങ്ങനെ കാണുക. കപടഭക്തരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങളോ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുപ്പമേറിയ ശിക്ഷാവിധി വരും. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. 3 വട്ടം കർത്താവ് അവരെ വിളിച്ചു കപടഭക്തിക്കാരേ എന്ന്. ശക്തമായി കർത്താവ് അവരെ ശാസിക്കുകയായിരുന്നു അന്ന് രാത്രി. അന്നത്തെ ദിവസം ദൈവാലയത്തിൽ വെച്ച്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കേൾക്കുക. നമ്മളാകുന്ന ദൈവാലയത്തിൽ യേശു വന്നാൽ, നമ്മളിൽ കപടഭക്തി ഉണ്ടെന്ന് കണ്ടാൽ, നമ്മുടെ ഭക്തി നാടകമാണെന്ന് കണ്ടാൽ, നമ്മൾ വേഷം കെട്ട് ക്രിസ്ത്യാനികളാണെന്ന് കണ്ടാൽ, അവൻ നമ്മെ ശക്തമായി ശാസിക്കും. ഹല്ലേലൂയ! മുഖത്ത് നോക്കി അവൻ പറയും, നീ കപടഭക്തനാണ്, നീ കപടഭക്തയാണ്, നിന്നിൽ വിശുദ്ധിയില്ല, നീ നാടകം കളിക്കുകയാണെന്ന് അവൻ നമ്മോട് പറയും. സത്യത്തിൽ കർത്താവ് നമ്മെ ശാസിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ആമേൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ശാസന കേൾപ്പാൻ നമുക്കിടയാകണമെങ്കിൽ അവൻ നമ്മളാകുന്ന ദൈവാലയത്തിൽ വരണം. സ്തോത്രം. ഇന്ന് ഒരു വലിയ പ്രശ്നമുണ്ട്. ശാസിക്കുന്ന പ്രസംഗം കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല. സുഖിപ്പിക്കുന്ന പ്രസംഗം കേൾക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. പിന്നെ ഇപ്പോൾ വന്ന് കൺവെൻഷൻ പന്തലുകൾ പലതും കോമഡി ഷോ നടത്തുന്ന സ്ഥലങ്ങളായി മാറി. ചില പ്രസംഗകരുടെ പ്രധാനപ്പെട്ട ജോലി കോമഡി പറയുക എന്നുള്ളതാണ്. തുടങ്ങുമ്പോൾ മുതൽ തീരുന്നത് വരെ കോമഡി ഷോ നടത്തി ആളുകളെ ഇളക്കി ചിരിപ്പിച്ചിട്ട് വിജയിയായി മടങ്ങുന്നു. പക്ഷേ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കുറിച്ചൊരു അക്ഷരം ഉരിയാടിയിട്ടില്ല. കേട്ടവൻ്റെ ഉള്ളിൽ കുത്തുകൊണ്ടിട്ടില്ല. അവന് പാപബോധം വന്നിട്ടില്ല. അവൻ്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല. അവൻ ദൈവസന്നിധിയിലേക്ക് മടങ്ങിയിട്ടില്ല. അനുദപിച്ചിട്ടില്ല. യഥാസ്ഥാനപ്പെട്ടിട്ടില്ല. ഒരു കോമഡി ഷോ കണ്ട് മടങ്ങുന്ന ലാഘവത്വത്തോടെ കൺവെൻഷൻ കഴിഞ്ഞ് ദൈവമക്കൾ മടങ്ങിപ്പോകുന്നുവെങ്കിൽ അവിടെ സംഭവിച്ചത് കപടഭക്തന്മാരുടെ സമ്മേളനമാണ്. ദൈവവചന പ്രഘോഷകരെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരെ കണ്ടെത്തണം. ഹല്ലേലൂയ! അതിൽ ശാസനയുടെ സുവിശേഷമുണ്ട്. ഈ നാളുകളിൽ പ്രവാചകന്റെ ആത്മാവിൽ സംസാരിക്കുന്നവരെ, സ്നാപക യോഹന്നാന്റെ ആത്മാവിൽ സംസാരിക്കുന്നവരെ ഈ കാലഘട്ടത്തിന് ആവശ്യമുണ്ട്. അതേ ജനത്തെ പരിവർത്തനപ്പെടുകയുള്ളൂ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം ശാസനയുടെ വചനമാണ്. സ്നേഹമുള്ള ഏതപ്പനും തൻ്റെ മക്കളെ ശാസിക്കും. മക്കളെ ശാസിക്കാത്ത അപ്പനും അമ്മയും അവരെ സ്നേഹിക്കുന്നില്ല. അവരെ കൊലയ്ക്ക് കൊടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. മക്കളെ, നാം ശാസിക്കപ്പെടുന്നുവെങ്കിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ! നാം ആകുന്ന ദൈവാലയത്തിൽ കർത്താവ് എഴുന്നള്ളി വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയം അവൻ ഇടയ്ക്കിടെ നമ്മെ ശാസിക്കുക. എൻ്റെ കർത്താവ് എന്നെ ഒരുപാട് വട്ടം ശാസിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശാസിക്കുന്നുണ്ട്. ദൈവമക്കളെ, ഇന്ന് കർത്താവ് പ്രഭാതത്തിൽ എന്നോട് ചോദിച്ചു, ഇന്ന് വൈകിട്ട് നീ എന്ത് സംസാരിക്കാൻ പോകുന്നു എൻ്റെ ജനത്തോട്? നീ വേദപുസ്തകം തുറക്ക്, മാറിയിരിക്കുക, പരിശോധന കഴിക്കുക, എഴുതിക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ആ ശാസനയ്ക്ക് മുമ്പിൽ ഞാൻ 1.5 മണിക്കൂർ ദൈവവചനവുമായിട്ടിരുന്നു. ആമേൻ. അപ്പോഴാണ് കർത്താവ് ഈ സന്ദേശം രൂപപ്പെടുത്തി എൻ്റെ കയ്യിൽ തരുന്നത്. ഇതിനു മുമ്പ് ഞാനത് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും അതിന് മൂർച്ച വരുത്തിയത് ഇന്നാണ് കർത്താവ്. ആമേൻ. ഹല്ലേലൂയ! ദൈവമക്കളെ തിരിച്ചറിയണം, അവൻ നമ്മെ ശാസിക്കും. ദൈവമക്കൾ തെറ്റായ മാർഗത്തിലേക്ക് പോകുമ്പോൾ തൻ്റെ വചനത്തിലൂടെ, തൻ്റെ വചന പ്രഘോഷകളിലൂടെ കർത്താവ് നമ്മെ ശാസിക്കുന്നുവെങ്കിൽ അവൻ നമ്മിൽ വന്നതിൻ്റെ തെളിവാണത്. ആമേൻ. നിന്നിൽ യേശു ഉണ്ടോ? ഈ രാത്രി അവൻ നിന്നെ ശാസിക്കുന്നുവെങ്കിൽ നിന്നിൽ അവൻ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നോ. അന്നേ ദിവസം തന്നെ ആ 5ാമത്തെ സന്ദർശനത്തിൽ കർത്താവ് മറ്റൊരു കാര്യം കൂടെ ദൈവാലയത്തിൽ ചെയ്തു. ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 19-ാം അധ്യായം 45-46 തിരുവചനങ്ങൾ. അവൻ ദൈവാലയത്തെ ശുദ്ധീകരിച്ചു. പരസ്യ ശുശ്രൂഷയെ ആരംഭത്തിൽ അങ്ങനെ ഒരു ക്രിയ ചെയ്തതായി സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് പര്യവസാന നാളിലാണ്. എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം, നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയത് എന്ത് എന്നവൻ അട്ടഹസിച്ചു.
അവൻ കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി, വാണിഭക്കാരെ പുറത്താക്കി, നാണയന്മാരെന്നവരുടെ മേശകൾ മറിച്ചിട്ടു, പ്രാവുകളെ ആടുകളെയൊക്കെ അവൻ തുറന്നു വിട്ടു എന്ന് നാം വായിക്കുന്നു. അവൻ ദൈവാലയത്തെ ശുദ്ധീകരിച്ചു. ആമേൻ. കർത്താവാകുന്ന മിശിഹ നമ്മളാകുന്ന ദൈവാലയത്തിൽ എഴുന്നള്ളി വന്നാൽ നമ്മുടെ ഉള്ളിലുള്ള സകല അഴുക്കുകളും അശുദ്ധിയും പുറത്ത് തള്ളി അവൻ നമ്മെ ശുദ്ധി ചെയ്യും. ആമേൻ. ഇന്ന് രാത്രി നമുക്ക് ഈ ശുദ്ധീകരണം നടക്കുന്നുവെങ്കിൽ യേശു നമ്മിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഈ ശുദ്ധീകരണം നമ്മിൽ നടക്കുന്നില്ലെങ്കിൽ അവൻ നമ്മിലില്ല. നിരന്തരമായി നമ്മളിൽ ശുദ്ധീകരണം നടക്കണം. ദൈവമക്കളെ, ഞാനാകുന്ന ദൈവാലയത്തിൽ യേശു ഉണ്ടോ? പാപത്തെ മടികൂടാതെ ആസ്വദിക്കുന്നവർ യേശു ഉള്ളിലില്ലാത്തവരാണ്. യേശു ഉള്ളിലുള്ളവർക്ക് ശുദ്ധരായി 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 ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രി നാം ദാഹിച്ച് മോഹിച്ച് കർത്താവിനോട് പറയണം, തമ്പുരാനെ, ഇതാ ഞാൻ നിന്റെ ആലയം, നീ എന്നിൽ വാസം കൊള്ളണമേ. തമ്പുരാനെ, നീ എൻ്റെ അന്തരംഗത്തിൽ അധിവാസം കൊള്ളണമേ എന്ന് ദൈവത്തോട് ഉള്ളുരുകി പ്രാർത്ഥിക്കാൻ കഴിയണം. കർത്താവിൻ്റെ ഉള്ളത്തിൽ വന്നാൽ എനിക്ക് സന്തോഷമുണ്ടാകും, എനിക്ക് സമാധാനമുണ്ടാകും, എനിക്ക് സമാശ്വാസമുണ്ടാകും. കർത്താവിൻ്റെ ഉള്ളത്തിൽ വന്നാൽ ഞാൻ ദൈവത്തെ അറിയും, ഞാൻ എന്നെ തന്നെ അറിയും, എനിക്ക് പരിജ്ഞാനമുണ്ടാകും. കർത്താവിൻ്റെ ഉള്ളത്തിൽ വന്നാൽ എൻ്റെ ആത്മശരീര മനസ്സുകൾക്ക് സൗഖ്യം കിട്ടും, എൻ്റെ സൗഖ്യം സമ്പൂർണമായി തീരും. കർത്താവിൻ്റെ ഉള്ളത്തിൽ വന്നാൽ അവനെൻ്റെ ജീവിതത്തിൽ ആഴമായി ഇടപെട്ട് അവനെൻ്റെ പ്രകാശമായി തീരും. അവനെന്നിൽ ജീവജലനദിയെ പ്രൊഡ്യൂസ് ചെയ്യും, ഉൽപ്പാദിപ്പിക്കും. ആമേൻ. കർത്താവിൻ്റെ ഉള്ളത്തിൽ വന്നാൽ അവൻ എന്നെ ശാസിക്കും, വേണ്ടി വന്നാൽ ശിക്ഷിക്കും, എന്നെ തിരുത്തും. കർത്താവ് ഞാനാകുന്ന ദൈവാലയത്തിൽ വന്നാൽ അവൻ എന്നെ ശുദ്ധീകരിക്കും, നിർമ്മലീകരിക്കും, കഴുകി വെടിപ്പാക്കും. ഇന്ന് രാത്രി കർത്താവാകുന്ന മശിഹ നമ്മളാകുന്ന ദൈവാലയത്തിൽ എഴുന്നള്ളി താമസിക്കണം. കർത്താവിനെയും കൊണ്ടല്ലാതെ ആരും ഇന്ന് ആലയം വിട്ട് മടങ്ങരുത്. ഹല്ലേലൂയ. മാനവകുലത്തെ ശുദ്ധി ചെയ്യാൻ വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന, ചങ്കിലെ ചോര ഊറ്റി നമ്മെ ശുദ്ധി ചെയ്തവനായ കർത്താവ് ഈ രാത്രി തൻ്റെ തങ്കച്ചോരയാൽ നമ്മെ നിർമ്മലരാക്കട്ടെ. ആയതിനു വേണ്ടി നമുക്ക് ശിരസ്സുകളെ കുനിക്കാം, നമ്മുടെ ബാഹ്യനയനങ്ങളെ അടയ്ക്കാം, തമ്പുരാനോട് നമുക്ക് ഉള്ളുനുറുങ്ങി പ്രാർത്ഥിക്കാം.